അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിര നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി നാം ഇന്ന് കടന്നു വന്നിരിക്കുന്നു. നമ്മുടെ മധ്യത്തിൽ നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ കൃഷ്ണൻകുട്ടി അവറുകളാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് എവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ കൃഷ്ണൻകുട്ടി അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തു പോകുന്നു. ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ജീവിത അനുഭവം ഇപ്രകാരം അരോമ ടി വി മാധ്യമത്തിലൂടെ പ്രസ്താവിപ്പാൻ സാഹചര്യം ഒരുക്കി തന്ന ആദരണീയനായ പാസ്റ്റർ ഡാനിയൽ ജോൺ അവർക്ക് എൻ്റെ സ്നേഹവന്ദനം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം അരോമ ടി വി എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനവും അറിയിക്കുന്നു. എൻ്റെ പേരിവിടെ പറഞ്ഞല്ലോ, കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പറഞ്ഞു കൃഷ്ണൻകുട്ടി. എന്നാൽ ബോംബെ പട്ടണത്തിൽ എന്നെ പാസ്റ്റർ MK കുട്ടി എന്ന ആണ് അറിയപ്പെടുന്നത്. രക്ഷിക്കപ്പെട്ട നാൾ മുതൽ കൃഷ്ണന്റെ പേര് മാറ്റിയതിന് ശേഷമായിട്ട് MK കുട്ടി എന്നാണ് ഞാൻ തന്നെ ആക്കിയതാണ്. എല്ലാവരും ഇപ്പോഴും അങ്ങനെയാണ് അറിയുന്നതും. എൻ്റെ ജന്മദേശം തിരുവനന്തപുരത്താണ്. വളരെ കഷ്ടപ്പാടുകളും ദാരിദ്ര്യങ്ങളും നിറഞ്ഞ ഒരു കുടുംബത്തിൽ മൂന്നാമത്തെ മകനായി ജനിപ്പാൻ ദൈവം എനിക്ക് അനുഗ്രഹകരമായിട്ടുള്ളൊരു മാതാപിതാക്കളുടെ മകനായി ജനിപ്പാൻ ഇടയായി. ഞങ്ങൾ 6 മക്കളാണ്, 3 ആണും 3 പെണ്ണും. എൻ്റെ മൂത്ത 2 സഹോദരിമാര്, മൂന്നാമത്തവൻ ഞാനും, എൻ്റെ ഇളയ ഒരു സഹോദരിയും 2 സഹോദരന്മാരും. എന്നാൽ ഇന്നേ ദിവസത്തിൽ 2 സഹോദരിമാർ മാത്രം ഞാനും അവശേഷിച്ചു. ബാക്കി 3 പേരും മരണപ്പെട്ടു. കൃപയാൽ എൻ്റെ മാതാപിതാക്കൾ, ഞാൻ ഏറെക്കാലമായി ബോംബെ പട്ടണത്തിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത്, ബോംബെയിലേക്ക് വരികയും അവരും വാർദ്ധക്യത്തിൽ ഈ രക്ഷകനെ കാണുവാനും രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും കർത്താവിൽ നിദ്ര പ്രാപിച്ച് ഇന്ന് വിശ്രമിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞാൻ പ്രീ ഡിഗ്രി വരെ പഠിക്കുവാനായിട്ട് കർത്താവ് എനിക്ക് അവസരം ലഭിച്ചു. തുടർന്ന് പഠിക്കണമെന്നുള്ള എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും മാതാപിതാക്കളുടേതായിട്ടുള്ള ബന്ധപ്പാടുകൾ, കഷ്ടപ്പാട് എന്നെ തുടർന്ന് പഠിക്കാനായിട്ട് അവസരം ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് എൻ്റെ ഒരു അങ്കിള് ബോംബെയിൽ നിന്ന് നാട്ടിലേക്ക് വരുവാനിടയായി. അദ്ദേഹം കുടുംബമായിട്ട് നാട്ടിൽ വന്നു. അദ്ദേഹം തിരിച്ചു പോകും. അദ്ദേഹം ഇവിടെ നേവി ഡിപ്പാർട്ട്മെന്റിൽ സിവിലിയൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന കാലം കഞ്ചൂം മാർഗ് എന്ന് പറയും, ബോംബെ പട്ടണത്തിൽ കഞ്ചൂം മാർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് നേവൽ ഡോക്യാർഡിന്റെ ക്വാർട്ടേഴ്സ് ഉണ്ട്. അവിടെയാണ് താൻ താമസിക്കുന്നത്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, അങ്കിള് മടങ്ങി പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകുന്നു. എൻ്റെ വല്യമ്മയുടെ മകൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തോടൊപ്പം താമസിക്കാം. കാരണം താൻ വിവാഹിതനും തൻ്റെ ഭാര്യ ഡെലിവറി സംബന്ധിച്ച് നാട്ടിലായതുകൊണ്ട് താൻ ഒറ്റയ്ക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്കിളിനോട് അപേക്ഷിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, ഓക്കെ മോന്, ഞാൻ ഒരു ഡേറ്റ് പറഞ്ഞു, അന്നത്തേക്ക് റെഡി ആയിക്കൊള്ളാനായിട്ട്. അങ്ങനെ കൃപയാൽ 1970 നവംബർ മാസം 14-ാം തീയതി ഞാൻ ബോംബെയിൽ എത്തിച്ചേരുവാനിടയായി. 2 ദിവസം അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിൽ താമസിച്ചിട്ട് എന്നെ ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം തന്നെ കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം സയോൺ കൊളിവാട എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന കാലമാണ്. എന്നെ കണ്ട മാത്രയിൽ എന്നോട് ചോദിച്ചു, എന്തടാ നാട്ടിൽ കിടക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണോ ഇങ്ങോട്ട് പോകുന്നത്, അതോ വല്ല ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ അപ്പോയിൻമെന്റ് ഓർഡറുമായിട്ടാണോ വന്നത്? ഇത് അന്നത്തേക്ക് എനിക്ക് 20 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ.
ആ ഇളം മനസ്സിൽ എനിക്ക് വലിയ പ്രയാസം തോന്നി. കാരണം ഞങ്ങളുടെ ചുറ്റുപാടുകളും എല്ലാം അറിയുന്ന ജ്യേഷ്ഠനാണ്. തനിക്കും താൻ SSLC കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. എന്നാൽ ഇത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. എൻ്റെ ഭാവവും നിൽപ്പും കണ്ടപ്പോഴത്തേക്ക് അങ്കിള് പറഞ്ഞു, മോന് ഭാരപ്പെടണ്ട, ഞാൻ നിനക്ക് അനുയോജ്യമായ ഏതെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ചിട്ട് വന്ന് കൂട്ടിക്കൊണ്ടു പോകാം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ചില നാളുകൾക്കുള്ളിൽ തന്നെ അങ്കിള് വന്നു. എന്നെ കോട്ടൻഗ്രീൻ എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ തട്ടിയിടി എയർമാൻമാരുടേതായിട്ടുള്ള ഇന്ത്യൻ എയർഫോഴ്സിൻ്റെതായിട്ടുള്ള ക്യാമ്പുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റോറുണ്ട്. സ്റ്റോർ കീപ്പറായിട്ട് എനിക്ക് അവിടെ ജോലി ലഭിച്ചു. കൃപയാൽ നല്ല സാഹചര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ തന്നെയും കഷ്ടപ്പാട് നിമിത്തം ആ ജോലി രാവിലെ 8 മണി തൊട്ട് രാത്രി എയർമാൻമാരൊക്കെ പുറത്തൊക്കെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരുടെ എപ്പോഴും ആൾ വേണം. അതുകൊണ്ട് 11-11:30 മണി വരെ ഷോപ്പിലുണ്ടാകണം. എങ്കിലും ദൈവകൃപയാല് എന്നെ സ്നേഹിക്കുന്ന അവിടെ ആ മെസ്സിൽ വർക്ക് ചെയ്യുന്ന ചില അങ്കിൾമാര് എനിക്ക് അവര് ഡ്യൂട്ടി കഴിഞ്ഞ് വിശ്രമിക്കുന്ന സ്ഥലത്ത് ക്യാമ്പിനുള്ളിൽ തന്നെ വിശ്രമിപ്പാനായിട്ട് സൗകര്യം ഒരുക്കി തന്നു. അങ്ങനെ ഞാൻ രാവിലെ വെളുപ്പിനെ 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഫ്രഷായി അടുത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് പഠിക്കാനായിട്ട് പോവുക പതിവാണ്. മടങ്ങി പോരുമ്പോൾ അവിടെ നിന്ന് ടൈംസ് ഓഫ് ഇന്ത്യ ന്യൂസ് പേപ്പർ വാങ്ങിച്ചു പോരും. കാരണം ഇംഗ്ലീഷ് പഠിക്കണം. മാത്രമല്ല അതിൽ നിന്ന് തന്നെ സിറ്റുവേഷൻ വേക്കൻ്റ് എന്ന് പറഞ്ഞൊരു കോളമുണ്ട്. അതിലൂടെ ആപ്ലിക്കേഷൻസ് അയക്കുക പതിവാണ്. അങ്ങനെ 2 വർഷത്തോളം അവിടെ താമസിക്കാനും കൃപയാല് ഒരു ടയർ മാനുഫാക്ചറിങ് കമ്പനിയുടേതായിട്ടുള്ള ഹെഡ് ഓഫീസ് ചർച്ച് ഗേറ്റിൻ്റെ അടുത്ത് ന്യൂ മെരിലാൻഡ്സിലുണ്ടായിരുന്നു. അവിടെ എനിക്ക് ജനറൽ ക്ലർക്കായിട്ട് അപ്പോയിൻമെന്റ് കിട്ടി. ഏത് വിധേനയും മാതാപിതാക്കളെ സഹായിക്കണം, ഇളയ പിള്ളേരെ പഠിപ്പിക്കണം, അത് ആണ് എൻ്റെ ജീവിത ലക്ഷ്യം. അങ്ങനെ നാളുകൾ കഴിഞ്ഞുപോയി. മറ്റു ചെറിയ ശമ്പളമേ ഉള്ളൂ എങ്കിലും കൂട്ടുകാരോ മറ്റ് യാതൊരു വിധമായിട്ടുള്ള കൂട്ടുകെട്ടുകളോ നാനാവിധമായ ജീവിതങ്ങളോ ഒന്നുമില്ല. കാരണം വീടിൻ്റെതായിട്ടുള്ള ബത്തപ്പാട് മാത്രമാണ് എൻ്റെ മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് അങ്ങനെ ജോലി ചെയ്തു പോരുമ്പോൾ ഏകദേശം ഒരു ജോലി ചെയ്ത് അങ്ങനെ പോകുമ്പോൾ 2 പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയി. എപ്പോഴും ഹോം സിക്നെസ് ഉണ്ടല്ലോ, ഇളയ പിള്ളേരെ കാണണം, മാത്രമല്ല അച്ഛനെയും അമ്മയും കാണണം എന്നുള്ള താല്പര്യത്താൽ പോയി വന്നു. കൃപയാല് 1977 എൻ്റെ വിവാഹം നടപ്പാനിടയായി. എൻ്റെ വൈഫിൻ്റെ നാട് തിരുവല്ലയ്ക്കടുത്ത തലവടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങള് ചെറിയൊരു റൂം എടുത്ത മുള്ളണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസമായി. വിവാഹം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴേക്കാണ് വൈഫിന് സെൻട്രൽ ഗവൺമെന്റ് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിൽ DGQA, ഡയറക്ടർ ജനറൽ ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്ന ആ എസ്റ്റാബ്ലിഷ്മെന്റിൽ സ്റ്റെനോഗ്രാഫറായിട്ട് അപ്പോയിൻമെന്റ് ലഭിച്ചു. ഞങ്ങൾ സന്തോഷമായി, വലിയ ആർഭാടമൊന്നുമില്ല എങ്കിലും ചെറിയ ജീവിതം ചെയ്തു പോവുകയാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് 1978 തന്നെ, 77 കല്യാണം നടന്നു, 78 നവംബർ ആയപ്പോഴത്തേക്ക് മൂത്ത മകള് ജനിച്ചു. 81 ആയപ്പോഴത്തേക്ക് 2 കുഞ്ഞുങ്ങൾ, അങ്ങനെ 2 പെൺകുഞ്ഞുങ്ങള് ആദ്യം ദൈവമായ കർത്താവ് ദാനം നൽകി. അപ്പോൾ അവര് നോക്കുന്നതിന് ഞങ്ങൾ 2 പേരും ജോലിക്ക് പോകുന്നത് കണ്ട് കുഞ്ഞുങ്ങളെ നോക്കുന്നതിന് വേണ്ടി വൈഫിന്റെ അമ്മ ഞങ്ങളോടൊപ്പമായിരുന്നു. സന്തോഷകരമായിട്ട് അങ്ങനെ ജീവിതം ചെയ്തു പോരുന്ന അവസരത്തിൽ ഒരു ദിവസം ഞാൻ ജോലിക്ക് പോകാനായിട്ട് റെഡിയായി. അപ്പോൾ ഒന്ന് വാഷ്റൂമിൽ പോകണമെന്ന് തോന്നി. വേറൊരു വേദനയുണ്ട്. ഞാൻ യൂറിൻ പാസ് ചെയ്തു, മൊത്തം ബ്ലഡായിട്ട് കണ്ടു. ഞാൻ ഉടനെ തന്നെ വന്ന് ഒരു ഗ്ലാസ് വെള്ളം വീണ്ടും എടുത്ത് കുടിച്ചിട്ട് അല്പനേരം ഇരുന്നിട്ട് വീണ്ടും കുറച്ച് യൂറിൻ ഒരു ബോട്ടിൽ കളക്ട് ചെയ്ത് അടുത്തുള്ള ഒരു ലാബറട്ടറിയിൽ കൊണ്ടുപോയി പാത്തോളജി ഡിപ്പാർട്ട്മെന്റിൽ കാണിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇതിന്റെ റിപ്പോർട്ട് എനിക്ക് ഇന്ന് തന്നെ അല്പം
പെട്ടെന്ന് കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഡോക്ടറോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഇത് ഡബിൾ ചാർജ് ആകും. ഞാൻ പറഞ്ഞു സാരമില്ല, എനിക്ക് ഇപ്പോൾ തന്നെ റിപ്പോർട്ട് കിട്ടിയാൽ 1 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം റിപ്പോർട്ട് എടുത്തിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് കിഡ്നി സംബന്ധമായിട്ട് എന്തോ പ്രയാസമുണ്ട്, അതുകൊണ്ട് വേഗം ബോംബെ ആശുപത്രിയിലേക്ക് പോകാനായിട്ട് അദ്ദേഹം ഒരു ലെറ്റർ തന്നു. എന്നോട് പറഞ്ഞു എൻ്റെ ഒരു കൂട്ടുകാരൻ അവിടുത്തെ ഡോക്ടറാണ്, അദ്ദേഹം ചെന്ന് കണ്ടാൽ മതി, വേണ്ടുന്ന കാര്യങ്ങൾ ക്രമീകരിക്കും, പക്ഷെ ലേറ്റ് ആകരുതെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ബോംബെ ആശുപത്രിയിൽ പോയി ചെന്ന അദ്ദേഹത്തെ കണ്ടു. വേരിയസ് ടെസ്റ്റ് ഓരോ ദിവസങ്ങൾ വിളിക്കും, 2 ദിവസം 3 ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും വിളിക്കും. അപ്പോഴൊക്കെ പോകുമ്പോഴത്തേക്ക് വേരിയസ് ടെസ്റ്റ്. ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം എന്നെ JJ ആശുപത്രി ബൈക്കുളയിലേക്ക് പറഞ്ഞു വെച്ചു ഒരു ടെസ്റ്റ് നടത്താനായിട്ട്. പിന്നീട് നാനാവട്ടി ആശുപത്രി വില്ലപ്പർലയിൽ പറഞ്ഞയച്ചു. ഇങ്ങനെ നിരന്തരമായി 2 മാസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷമായിട്ട് ലാസ്റ്റിൽ ഒരു ദിവസം ടെസ്റ്റ് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് പോകണമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഈ ഇടയ്ക്ക് ആ സമയങ്ങളിൽ തന്നെ എൻ്റെ വർക്ക് പ്ലേസ് വന്നിട്ട് ഫാക്ടറിയിലേക്ക് മാറ്റുകയും ഞാൻ ജനറൽ ക്ലർക്കായിട്ട് അവിടെ ചേർന്നുവെങ്കിലും അവിടുത്തെ ടൈം ഓഫീസ് ഇൻചാർജ് ആയിട്ട് ഫാക്ടറിയിൽ ഞാൻ ജോലി ചെയ്തു വരുന്ന കാലം. നമുക്കറിയാം 7-ാം തീയതിയാണ് വർക്കേഴ്സിന്റെ ശമ്പളം. ആ ദിവസത്തെ എനിക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ വൈഫിനോട് പറഞ്ഞു എനിക്കിന്ന് വരാൻ പറ്റിയല്ല ആശുപത്രിയിൽ, നീ പോയിട്ട് റിപ്പോർട്ട് കളക്ട് ചെയ്ത് പോരെ എന്ന് പറഞ്ഞു വൈഫിനെ പറഞ്ഞയച്ചു. അവളവിടെ ചെന്ന് റിപ്പോർട്ട് കിട്ടി. ഡോക്ടറെ ക്യാബിനിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇരിക്കണം, എനിക്ക് അല്പം സംസാരിക്കണമെന്ന് പറഞ്ഞ് പുള്ളിക്കാരി അവിടെ ഇരുത്തി. എന്നിട്ട് ഓരോ റിപ്പോർട്ടുകളും എടുത്ത് പുള്ളിക്കാരിയെ കാണിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ എത്ര മക്കളുണ്ട്? അപ്പോൾ പറഞ്ഞു 2 പെൺപിള്ളേരാ എന്ന് പറഞ്ഞു. അദ്ദേഹം താടിക്ക് കൈ കൊടുത്ത് ഇരുന്നെന്ന് പറഞ്ഞു. അല്പനേരം മിണ്ടാതെ ഇരുന്നതിന് ശേഷം പറഞ്ഞു ഡോക്ടർ എന്താ കാര്യം പറയൂ? അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ഹസ്ബൻഡ് അല്പനാളത്തെ അതിഥിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കിഡ്നി ഏകദേശം 90% വർക്ക് നിശ്ചലമായി, ലിവറിന് സ്ക്രാച്ചസ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങളാൽ ആവുന്നതൊക്കെ ചെയ്തു നോക്കി, അതിന് ഇനി ഡയാലിസിസ് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ അതുകൊണ്ട് പ്രയോജനമില്ല. ഒന്നുകിൽ നാട്ടിൽ കൊണ്ടുപോവുകയോ അല്ല എങ്കിൽ അദ്ദേഹം എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ നാട്ടിൽ പോയി അദ്ദേഹം സമാധാനത്തോടെ കടന്നു പോകട്ടെ, അല്ല എങ്കിൽ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ നിങ്ങൾ വേണ്ടുന്നത് ചെയ്യണമെന്ന് പറഞ്ഞ് പുള്ളിക്കാരിയോട് പറഞ്ഞു. അപ്പോൾ ആളിത് കേട്ടപ്പോഴത്തേക്ക് എന്നെ ഇരിക്കുന്ന ചെയർ അങ്ങ് ഭൂമിയിലേക്ക് താഴുകയാണോ, വല്ലാത്ത പരിഭ്രമമായി. ആ റിപ്പോർട്ടുമായിട്ട് താൻ പുറത്തിറങ്ങി. അന്ന് ബോംബെ ആശുപത്രിയിൽ നിന്ന് VTയിലേക്ക് വരണമെങ്കിൽ അവിടെ നിന്ന് ഞങ്ങൾക്ക് ട്രെയിനിൽ വരണം മുള്ളണ്ടിലേക്ക്. അപ്പോൾ അതിനൊരു ഷോർട്ട് വേ ഉണ്ട്. ബോംബെ ആശുപത്രിക്കും VT സ്റ്റേഷനും മധ്യത്തായിട്ട് ഒരു ആസാദ് മൈതാനം എന്ന് പറയുന്ന വലിയൊരു മൈതാനമുണ്ട്. ആ മൈതാനത്തിലൂടെ ഇടവഴിയിലൂടെ അങ്ങോട്ട് കയറിപ്പോയാൽ വേഗത്തിൽ സ്റ്റേഷനിലേക്ക് കയറാം. അപ്പോൾ ആ പുള്ളിക്കാരി ഈ റിപ്പോർട്ടുമായിട്ട് ഇറങ്ങി മെതുവേ നടന്നു വരുമ്പോഴത്തേക്ക് ഏക ചിന്തയാണ് 2 പെൺകുഞ്ഞുങ്ങൾ. വൈഫിൻ്റെ വീട്ടുകാരാണെങ്കിൽ പുള്ളിക്കാരി 8ാമത്തെ മകളാണ്. 7 സഹോദരന്മാർ. അവരുടെ അച്ഛൻ്റെയും പിന്നെ ഇളയപ്പൻ്റെയും ഒക്കെ മക്കളായിട്ട് 7 ആൺപിള്ളേർ. അതിൽ കുടുംബത്തിലെ 8ാമത്തെ മകളാണ്. പക്ഷേ അച്ഛനാകട്ടെ സഹോദരന്മാരാകട്ടെ മൂത്തവരെ എല്ലാവരും അവരൊക്കെ തികഞ്ഞ മദ്യപാനികളാണ്. അവർക്ക് ഉത്തരവാദിത്വ ബോധമില്ലാത്തത് കൊണ്ട് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് പറ്റുകയില്ല, നാട്ടിലേക്ക് പോകാൻ പറ്റുകയില്ല. പിന്നെ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ പോറ്റും എന്നുള്ള ചിന്ത, ഭർത്താവില്ലാത്ത ഒരു ജീവിതം വേണ്ട എന്ന് പറഞ്ഞ താൻ ജീവനൊടുക്കുക എന്നുള്ള ചിന്തയുമായിട്ട് പോരുമ്പോൾ ആ മൈതാനത്തിന്റെ നടുക്കിൽ വെച്ച് കർത്താവിന്റെ ശബ്ദം കേട്ടു. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കും. അപ്പോ പുള്ളിക്കാരി അങ്ങ് ആകപ്പടെ ഒരു ഇടിവെട്ട് നാദം പോലെ ആ തണ്ടർ വോയിസ് കേട്ടപ്പോഴത്തേക്ക് അങ്ങ് ആകപ്പടെ ഭ്രമിച്ചുപോയി. ചുറ്റിലും നോക്കി, ആരുമില്ല. മൈതാനത്ത് ദൂരെയായിട്ട് പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നതല്ലാതെ ചുറ്റുപാടിന് ആരുമില്ല. പക്ഷെ മാത്രമല്ല, ഇതെന്താണ് ശബ്ദം? തന്നെ വല്ലാത്ത പരിഭ്രമത്തിലായി. താൻ എന്താണ് ചിന്തിച്ചു വന്നത് അതെല്ലാം മറന്നുപോയി. അങ്ങനെ ഒരു വിധത്തിൽ ഒരു യാന്ത്രിക വ്യക്തിത്വമായിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് തന്നെ
അമ്മ പിള്ളേരെയും കൊണ്ട് അടുത്ത വീട്ടില് കൊണ്ടുപോയിരിക്കുകയാണ്. വീട്ടിലാരുമില്ല. ആള് വന്ന് വീട്ടിൽ വന്നതിന് ശേഷം തൻ്റെ ആ, കഴുത്തിലും കാതിലും കയ്യിലും ഉള്ള എല്ലാ ആർണമെന്റ്സും ഊരി കബോർഡിൽ വെച്ചിട്ട് താൻ അങ്ങ് മൗനമായിരിക്കുകയായിരുന്നു. അപ്പൊ അമ്മ വന്നു നോക്കിയപ്പോഴത്തേക്ക് ആള് ബൈബിളും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഒത്തിരി ഒത്തിരി സംഭവങ്ങളാ. ഏതുകൊണ്ടും ഞാൻ വൈകുന്നേരം കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. എന്നെ കാത്ത് അമ്മ അടുത്ത ഒരു ചാലിൻ്റെ അടുത്ത വഴിയിൽ വന്ന് നിൽക്കുക. ഞാൻ അവിടെ വന്ന ഉടനെ തന്നെ എന്നോട് പറഞ്ഞു, കിഷൻകുട്ടി, രാധയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, അവൾ എന്നോടൊന്നും മിണ്ടുന്നില്ല, ഒരേ ഇരിപ്പാണ്, എനിക്കറിയത്തില്ല എന്താണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? അവിടെ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴത്തേക്കും അമ്മ പറഞ്ഞതുപോലെ തന്നെ, അല്ലാതെ ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഏറ്റവും എന്നെ ചൊടിപ്പിച്ചത്, ഞങ്ങളുടെ രീതി അനുസരിച്ച് ഭർത്താവ് മരിക്കുമ്പോൾ മാത്രമേ ഈ കഴുത്തിലെ മിന്ന് മാറ്റത്തുള്ളൂ. ഈ താലി കെട്ടുക എന്ന് ഇവിടെ മഹാരാഷ്ട്രയിലൊക്കെ പറയും, പക്ഷെ നാട്ടിൽ മിന്ന് കെട്ടുക എന്ന് പറയും. ആ മിന്ന് ആദ്യം നൂലിൽ കെട്ടും, അതിനുശേഷമായിട്ട് അതെടുത്ത് പുറത്ത് മാലയിലിടും. പക്ഷെ അതും ഊരി, എല്ലാം ഊരിയിട്ട് അങ്ങനെ ഇരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ജീവനോടെ ഉണ്ട്, എന്താ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് ഞാൻ വളരെ കോപിഷ്ഠനായി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതൊക്കെ ഒരു ചരിത്രമായി. അതുകൊണ്ടും അന്നത്തെ രാത്രി ഒരു മരണ വീട് പോലെയായി. ആരും ഒന്നും കഴിച്ചില്ല. കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും ആഹാരം കൊടുത്ത് പിള്ളേർ ഉറങ്ങിപ്പോയി. അമ്മയാകട്ടെ ഞാനാകട്ടെ പുള്ളിക്കാരി ഒന്നും കഴിച്ചില്ല. അങ്ങനെ കിടന്നു. രാവിലെ ആയപ്പോൾ രാധ അടുത്ത വീട്ടിൽ, ഞങ്ങളുടെ അതേ ചാലിൻ്റെ അടുത്ത വീട്ടില് ഒരു വിശ്വാസ കുടുംബമാണ്. അവര് തിരുവല്ലയ്ക്ക് അടുത്ത പൈപ്പാട്ടുകര. അവര് വിശ്വാസ കുടുംബമാണ്. അവരോട് ഈ കാര്യങ്ങളൊക്കെയും പറഞ്ഞപ്പോഴത്തേക്ക് വൈഫിനെ കഞ്ചൂമാർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു പ്രാർത്ഥന യോഗം നടക്കുന്നു. രാധ എന്നോടൊപ്പം വാ, ഞാൻ കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്ന പാസ്റ്റർ വിയപുരം ജോർജ് കുട്ടി എന്ന് പറയും. അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലാണ്. ചിലപ്പോഴൊക്കെ പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിലും എന്നെ ഇപ്പോഴും വിളിക്കും. ഞങ്ങൾ നല്ല ആത്മബന്ധം വെച്ച് പുലർത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹവും ചില സഹോദരന്മാരുമായിട്ട് എൻ്റെ വീട്ടിൽ വന്നു. ആദ്യമൊക്കെ ഞാൻ എതിർത്തൊക്കെ സംസാരിച്ചു. യേശുവിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, യേശുവിനെ എനിക്കറിയാം, കാരണം ഞാനൊരു കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. കാരണം അവിടുത്തെ ഫാദർ ആണെങ്കിൽ എല്ലാ കുട്ടികൾക്കും ആഴ്ചയിൽ ഒരു ദിവസം ഈ കേറ്റഗിസം എന്ന് പറയും, ബൈബിൾ പരമായിട്ടുള്ളൊരു അരമണിക്കൂർ ക്ലാസ് കൊടുക്കുന്ന പതിവുണ്ട് അവിടുത്തെ അച്ഛൻ. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കേട്ടില്ല. അപ്പോൾ അന്ന് രാത്രിയിൽ തന്നെ മറ്റൊരു സംഭവം ഉണ്ടായത്, വീട്ടിൽ വലിയൊരു പ്രകാശം കണ്ടു. അപ്പോ ആദ്യം എന്നെ വിളിച്ചു പറഞ്ഞു, എനിക്ക് എന്തോന്നറിയത്തില്ല, വീട്ടിൽ വലിയൊരു പ്രകാശം കാണുന്നുണ്ട്, എഴുന്നേൽക്ക് നോക്ക. ഞാനൊന്ന് എണീറ്റ് നോക്കി. ഞാൻ അവശനാണ്, പക്ഷെ എങ്കിലുമൊക്കെ രാത്രി നോക്കി, ഒന്നും കണ്ടില്ല. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അതേ വെളിച്ചവും അതിൽ നിന്ന് പച്ച മലയാളത്തിൽ, മകളെ എന്നിൽ ആശ്രയിക്കുക, ഞാൻ നിന്നെ സഹായിക്കാമെന്നൊരു ശബ്ദം കേട്ടു എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊക്കെ നിനക്ക് തോന്നലാണ് എന്നൊക്കെ പറഞ്ഞു. അന്ന് രാത്രിയിൽ അങ്ങനെയാണ്. പിറ്റേ ദിവസം രാവിലെ പുള്ളിക്കാരി വിശ്വാസ കുടുംബവുമായിട്ട് ഷെയർ ചെയ്ത് കഞ്ചൂമാർഗിലേക്ക് പോവുകയും പാസ്റ്ററെ കണ്ട കാര്യങ്ങൾ പറഞ്ഞ് അവർ വന്നു. എനിക്ക് വേണ്ടി അന്ന് പ്രാർത്ഥിച്ച് മടങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെയും ഒരു പ്രായമുള്ള അപ്പച്ചനും വേറെ 2-3 സഹോദരന്മാരുമായിട്ട് വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞു, സഹോദര, നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള ഈ അസ്വസ്ഥതയൊക്കെയും വൈദ്യശാസ്ത്രത്തിനപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് സമാധാനത്തോടെ സമയം ഇരുന്ന് കേൾക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. ആ അപ്പച്ചന് നല്ലൊരു കൃപയുള്ള ഒരു അപ്പച്ചന്. അദ്ദേഹം ഏറെ നേരം പറഞ്ഞതിന് ശേഷം, എന്നോട് ഉപദേശിച്ച ശേഷമായിട്ട് എന്നോട് പറഞ്ഞു, ഞാനൊക്കെ കുറച്ചൊക്കെ എതിർത്തു. എന്നിട്ട് പറഞ്ഞു, സഹോദര, താഴെ മുട്ടുകുത്തി നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം മുമ്പ് ഞാൻ ഒത്തിരി കളിയാക്കി അവരെ വഴക്കൊക്കെ പറഞ്ഞയച്ചവർ തന്നെ യാതൊരു കുശലും കൂടാതെ പിറ്റേ ദിവസം വന്നപ്പോൾ എനിക്ക് തന്നെ തോന്നി, ഇവരിൽ എന്തോ ഒരു ദൈവികമായിട്ടുള്ള ഒരു ചൈതന്യം കണ്ടതുകൊണ്ട് ഞാൻ മുട്ടുകുത്തി.
ഈ പിതാവ് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ ഞാൻ അൺകോൺഷ്യസ് ആയിട്ട് വീഴുകയാണ് ചെയ്തത്. ഏകദേശം പിന്നീടാണ് അറിഞ്ഞത്, ഏകദേശം 1.25 മണിക്കൂറോളം ഞാൻ അൺകോൺഷ്യസ് ആയിട്ട് കിടന്നു. ഇന്നേക്ക് ഓർക്കുന്നു, വാസ്തവത്തില് ആ 1.25 മണിക്കൂർ കൊണ്ട് ദൈവമായ കർത്താവ് എനിക്ക് പുതിയ കിഡ്നിയും പുതിയ ലിവറും തന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക. കാരണം ആ ദിവസത്തിന് ശേഷമായിട്ട് ഇന്ന് വരെയും അത് പ്രമാണിച്ച് ഏതൊരു വിധമായിട്ടുള്ള, ഇന്നേക്ക് 44 വർഷമായി കിഡ്നി സംബന്ധമായി അങ്ങനെയുള്ള ഏതൊരു ലിവർ സംബന്ധമായി ഒരു ട്രീറ്റ്മെന്റോ ഒന്നും ചെയ്തില്ല. ദൈവമായ കർത്താവ് എന്നെ സൗഖ്യമാക്കി. തുടർന്നുള്ള ദിവസങ്ങളിൽ കഞ്ചൂമാർഗിൽ തന്നെ ഞങ്ങൾ നിരന്തരമായി പോവുകയും അങ്ങനെ 1983 ഒക്ടോബർ മാസം 2-ാം തീയതി ഞങ്ങൾ രണ്ടുപേരും, ഞാനും വൈഫും, ഞങ്ങൾ സ്നാനപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ വേറെ ഒരു 7 പേര് മുന്നോട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 9 പേര് ഒറ്റ ദിവസം സ്നാനപ്പെടുവാനായിട്ട് ഇടയായി. അന്ന് തൊട്ട് ദൈവമായ കർത്താവിൻ്റെ കൃപ അനുഭവിപ്പാൻ ഇടയായിക്കൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് പറയട്ടെ, ഞാൻ വിശ്വസിച്ച് ഇറങ്ങിയ എൻ്റെ യേശു സൗഖ്യദായകനാണെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു, ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ നാളുകൾ കഴിഞ്ഞു. സമാധാനത്തോടെ ജീവിച്ചു പോരുന്ന സമയത്ത് എനിക്കൊരു തോന്നല്, അപ്പോൾ മാത്രമല്ല ഒരു ചെറിയൊരു ചാനലാണ് താമസിക്കുന്നത്. കാരണം കുഞ്ഞുങ്ങളെ കോൺവെന്റ് സ്കൂളിൽ പഠിപ്പിക്കണം. അപ്പോൾ മുള്ളണ്ടിൽ തന്നെ ഒരു ഗേൾസ് സ്കൂളുണ്ട്, സെന്റ് മേരീസ് കോൺവെന്റ് എന്ന്. അപ്പോൾ ആ കോൺവെന്റിൽ പഠിപ്പിക്കാനായിട്ട് ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് കൃപ ചെയ്തു. വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമുള്ള ഒരു ചാല്, അവിടെയുള്ള ജീവിത ശൈലിയൊക്കെ വളരെ ഒരു സ്ലം ഏരിയയാണ്. പക്ഷേ കുഞ്ഞുങ്ങളുടെ ഭാവിയും അവരുടെ വിദ്യാഭ്യാസവും ഒക്കെ ഓർത്ത് ഞങ്ങൾ അതൊക്കെ സഹിച്ച് അങ്ങനെ താമസിച്ചു വരുമ്പോൾ ഞാൻ വിചാരിച്ചു, പെൺകുഞ്ഞുങ്ങളാണല്ലോ, മാത്രമല്ല ഒരു ഉന്നതി ഇപ്പോഴുള്ള ശമ്പളം കൊണ്ടൊന്നും പറ്റുകയില്ല. ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് ഒരു ടൂർസ് ആൻഡ് ട്രാവൽസ് ഏജന്റിനെ കണ്ട് 16,000 രൂപ അദ്ദേഹത്തിന് കൊടുത്ത് ഞാൻ സൗദിയിലേക്ക് പോയി. വാസ്തവത്തിൽ അവിടെ ചെന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത്, ഈ ഏജന്റ് പറഞ്ഞ് കൊണ്ടുപോയ ജോലിയല്ല. അവിടെ ചെന്നപ്പോൾ ഓഫീസ് ജോലി എന്നൊക്കെ പറഞ്ഞാണ് എന്നെ കൊണ്ടുപോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അതൊരു ബേക്കറിയാണ്. ബേക്കറിക്കുള്ളിലാണെങ്കിൽ ഭയങ്കര ഹീറ്റ്. അതിനുള്ളിൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യാൻ എല്ലാ ജോലിയും ചെയ്യേണ്ടി വരും. വന്നതാണല്ലോ, ജോലി നഷ്ടപ്പെട്ടു, മാത്രമല്ല 16,000 രൂപ കൊടുത്ത് വന്നതാണ്, പിടിച്ചു നിൽക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നാളുകൾ പോയി. 2 വർഷമേ ഞാൻ സൗദിയിൽ ഉണ്ടായിരുന്നുള്ളൂ. 1984 തൊട്ട് 86 വരെ ആയിരുന്നു ഈ കാലഘട്ടം. ഞാൻ ഒരു 1.5 വർഷം ജോലി ചെയ്തെന്ന് തോന്നുന്നു. അതിനുശേഷമായിട്ട് എനിക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റുകയില്ല. എൻ്റെ കൈമുട്ടിന് കീഴെ കാൽമുട്ടിന് താഴെയായിട്ട് വല്ലാതെ ചുമന്ന് തടിച്ച് ചൊറിച്ചിലും സ്കിന്നിൻ്റെ അതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ സ്കിൻ അലർജി ആയിട്ട് റിയാദ്, സൗദി അറേബ്യയിലെ റിയാദിലെ നാഷണൽ ഹോസ്പിറ്റലിൽ 4 മാസം ഞാൻ ഡോക്ടർ സുഗതന്റെ കീഴിൽ ചികിത്സ ഏറ്റു. ഒരു വാക്കുപോലും വീട്ടിലോ നാട്ടിലോ ഈവൻ വൈഫിനോട് പോലും വിളിച്ചു പറഞ്ഞില്ല. ഞാൻ ഇങ്ങനെയുള്ളൊരു കഷ്ടപ്പാടിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കാര്യവുമില്ല. വിദേശത്ത് ഏതുകൊണ്ടും സമ്പാദ്യത്തിന് വേണ്ടി പോയതാ, ഒരു ഉന്നതി ഉണ്ടാകുമെന്ന് വിചാരിച്ചു പോയി. ജോലിയും നഷ്ടപ്പെട്ടു, ആരോട് പറയാനാ. ഏതുകൊണ്ടും അത് മാത്രവുമല്ല, അവിടെ ചെന്നതിന് ശേഷമായിട്ട് എൻ്റെ കീഴിൽ ഏകദേശം ഒരു 40 ജോലിക്കാരുണ്ട്. അവരൊക്കെ മലബാറുകാരാണ്. ആരുടെയും ഞാൻ സാമുദായികമായിട്ടുള്ള കാര്യങ്ങൾ പറയില്ല. പക്ഷെ അവര് വായെടുത്താൽ ആദ്യം ചീത്ത വിളിക്കും. ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ എന്നെ തല്ലിക്കോ, പക്ഷെ നിങ്ങൾ എന്നെ ചീത്ത വിളിക്കരുത്, എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടാൽ. അങ്ങനെയുള്ളവര്. പക്ഷെ അങ്ങനെ വന്നപ്പോഴത്തേക്ക് പിന്നീട് ഞാനും അവരിൽ ഒരുവനായിട്ട്, പൗലോസ് പറയും പോലെ ഞാനും അവരിൽ ഒരുവനായിട്ട് തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. വേദപുസ്തക പഠനമില്ല, പ്രാർത്ഥനയില്ല, ഏതൊരു വിധമായ ദൈവിക കൂട്ടായ്മകളുമില്ല. അങ്ങനെ വന്ന ഈ രോഗത്താൽ ഒടുവിൽ എൻ്റെ വലത് കാലിൻ്റെ സെൻസേഷൻ നഷ്ടപ്പെട്ടു.
അപ്പോൾ ഞാൻ എൻ്റെ സ്പോൺസർ അറബി വന്ന് എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഫാമിലി ഡോക്ടറെ അടുത്ത് നിന്നെ കൊണ്ടുപോകാം, നീ റെഡി ആയിക്കൊള്ളണം. അങ്ങനെ എന്നെ കൊണ്ടുപോയി. ഡോക്ടറുമായിട്ട് അദ്ദേഹം അറബിയിൽ ഏറെ നേരം സംസാരിച്ചതിന് ശേഷം മടങ്ങി അദ്ദേഹം തന്നെ ഡ്രൈവ് ചെയ്ത് പോരുമ്പോൾ എന്നോട് പറഞ്ഞു, മറ്റന്നാൾ നിന്നെ ഞാൻ ഇന്ത്യക്ക് അയക്കുകയാണ്, നീ ഒറ്റയ്ക്കല്ല. കാരണം എനിക്ക് സെൻസേഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എനിക്ക് നടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒരാളെ കൂട്ടി അങ്ങനെ വിട്ടു. ഇവിടെ എയർപോർട്ടിൽ വന്ന് ഫോൺ ചെയ്തപ്പോഴത്തേക്കാണ് വൈഫ് അറിയുന്നത് തന്നെ ഞാൻ തിരിച്ചും മടങ്ങി വന്നുവെന്ന്. ഏതുകൊണ്ടും ആ അറബിയുടെ സ്പോൺസർ ഡേ തന്നെ ഒരു അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു പാർട്ട്ണർ മലയാളിയാണ്, ബോംബെയിലെ ഘാട്ട്പൂപ്പർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള അദ്ദേഹം എന്നെ ഡോക്ടർ വാലിയ എന്ന് പറയുന്ന ഡോക്ടറെ അടുത്ത് ദാദറിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ അദ്ദേഹം വാസ്തവത്തില് ആ റിപ്പോർട്ടൊന്നും ഞാൻ നോക്കാനൊന്നും പോയില്ല. അദ്ദേഹം അവിടെ നിന്ന് സൗദിയിൽ നിന്ന് സുഗതൻ എഴുതിയതായിട്ടുള്ള റിപ്പോർട്ടും ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ഡോക്ടറെ കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, യു നീഡ് എ ലോങ് ട്രീറ്റ്മെന്റ്, ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഓഫ് ഈ ലെപ്രസിയുടേതായിട്ടുള്ള സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്, അതുകൊണ്ട് ലോങ് ട്രീറ്റ്മെന്റ് ആവശ്യമാണ് എന്ന് പറഞ്ഞു. ഇത്രയും കേട്ടപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ ഏറെ കരഞ്ഞു. കാരണം ദൈവസന്നിധി വിട്ടുപോയത് ഞാനാണ്. കർത്താവെ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് തിരിച്ചു വന്ന ദേവദാസിൻ്റെ കൂടെ ഞാൻ പാസ്റ്ററെ കണ്ടു. അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്ററെ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. കർത്താവ് എനിക്ക് പുതിയ കിഡ്നിയും പുതിയ ലിവറും തന്നെ എന്നെ സൗഖ്യമാക്കിയതാണ്. എന്നാൽ ഞാൻ പണസമ്പാദ്യത്തിന് വേണ്ടി വിദേശത്ത് പോയി. പക്ഷേ ദൈവം ഇല്ലാത്തവനായി ജീവിച്ചു. ചിലപ്പോൾ ശിക്ഷയായിരിക്കാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെ കർത്താവ് വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞാൻ ഉപവസിക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ കൂട്ടു സഹോദരന്മാരൊക്കെ പറഞ്ഞു, ആകപ്പാടെ ക്ഷീണാവസ്ഥയിലിരിക്കുന്നു ബ്രദർ, അങ്ങനെ പോകരുത്. ഏതുകൊണ്ടും ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ആ കഞ്ചൂമാർക്കിലുള്ള പാവപ്പെട്ടവരായ വിശ്വാസികളാണ്, പക്ഷെ അവരൊക്കെ ലീവ് എടുത്ത് എന്നോടൊപ്പം പ്രാർത്ഥിപ്പാനായിട്ടും ഉപവസിക്കാനും തുടങ്ങി. 4ാമത്തെ ദിവസം ഒരു ഭവനത്തിൽ വെച്ച്, വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഭവനത്തിൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വളരെ എല്ലാവരും രാവിലെ തുടങ്ങിയത് ഒരു 3-3:30 വരെ നിർത്താതെ ആരാധനയാണ്. അണ്ണീരൊഴുക്കി എല്ലാവരും പ്രാർത്ഥനയാണ്. ആരാധിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ചാടി എണീറ്റു. ദൈവമായ കർത്താവ് വന്നുവിട്ട് നടക്കുവാനുള്ള ആരോഗ്യം തന്ന് എന്നെ സൗഖ്യമാക്കി. ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് പൂർണ്ണമായിട്ടും ഞാൻ സൗഖ്യമുള്ളവനായി തീർന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ജോലി റിസൈൻ ചെയ്ത് പോയിട്ടുള്ള അതേ കമ്പനിയുടെ ഡയറക്ടറെ ചെന്ന് കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, എന്താ മടങ്ങി വന്നത്, നീ അബ്രോഡിലൂടെ പോയെന്ന് പറഞ്ഞു. എന്തു പറ്റി? ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. ആർ യു ഇൻട്രസ്റ്റഡ് ടു ജോയിൻ അവർ കമ്പനി അഗെയിൻ? ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഐ നീഡ് എ ജോബ്. അദ്ദേഹം എന്നെ പേഴ്സണൽ ഓഫീസർ എന്നുള്ള പോസ്റ്റിൽ പ്രൊമോഷനോടുകൂടെ വീണ്ടും ജോബ് തന്നു. ആ സ്ഥാപനത്തിൽ ഞാൻ റിട്ടയർഡ് അതായത് ബൈബിൾ കോളേജിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നവരെ ഏറെക്കാലം ആ കമ്പനിയിൽ ജോലി ചെയ്യുവാനായിട്ട് ഇടയായി. മാത്രമല്ല എൻ്റെ ഏക താല്പര്യമായിരുന്നത് ഒരു ഭവനം വേണം. കർത്താവ്, ഞാൻ ഇവിടെ ബോംബെയിലേക്ക് തിരിച്ചു വന്ന് 1 വർഷത്തിനുള്ളിൽ തന്നെ, കയ്യിൽ 5 പൈസ ഇല്ലായിരുന്നു, പക്ഷേ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫ്ലാറ്റ് ഇവിടെ ഡോംബോലിയുടെ പ്രദേശത്ത് വാങ്ങുവാനായിട്ട് സാഹചര്യങ്ങളൊക്കെ ലോൺ എടുത്താണ് അടച്ചൊക്കെ തീർത്തതെങ്കിലും അങ്ങനെ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം തന്ന് ഇന്നേക്ക് 35 വർഷം ആകുന്നു ആ ഭവനം വാങ്ങിയിട്ട്. കർത്താവ് അനുഗ്രഹത്തോടെ നടത്തി. ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും ഈ മക്കളെ 3 പേരെയും പഠിപ്പിക്കാനും 3 പേർക്കും പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് കൊടുക്കാനും കർത്താവ് സഹായിച്ചു. ഇതിനിടയ്ക്ക് ഒരു കാര്യം സംഭവിച്ചതെന്ന് പറഞ്ഞിരുന്നാൽ 2 മക്കളും ഉണ്ടായി. ഇതിന് വന്നതിന് ശേഷമായിട്ട് ഞാൻ സൗദിയിൽ നിന്ന് വന്നതിന് ശേഷം ഒരു കാര്യം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവര് ചോദിക്കുമോ, അങ്ങനെയൊക്കെ സംഭവിക്കുമോ? പക്ഷെ എനിക്ക് അറിയാം, ഇസഹാക്കിനെ
യാഗം കഴിച്ചാൽ ആ ചാരത്തിൽ നിന്ന് മകനെ കൊടുക്കാൻ കഴിവുള്ളവനാണ് ദൈവമെന്ന് വിശ്വസിച്ച പ്രകാരം തന്നെ ഞാൻ സൗദിയിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺ പൈതലിനെ വീണ്ടും ദൈവമായ കർത്താവ് ദാനം നൽകി. അങ്ങനെ 3 പെൺപിള്ളേരെയും പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് കൊടുക്കാനായിട്ട് കർത്താവ് സഹായിച്ചു. മൂത്ത മോള് CMC വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിൽ നിന്ന് BSc നേഴ്സിംഗ്, പിന്നീട് അതിനുശേഷം ഇന്റേൺഷിപ്പും ചെയ്തു. 21-ാമത്തെ വയസ്സിൽ അവള് ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആലോചന വന്ന് അവളുടെ വിവാഹം നടക്കുവാനായിട്ടിടയായി. സത്യം പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഞാൻ സൗദിയിൽ നിന്ന് വന്നതിന് ശേഷം ഈ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് വൈഫ് നാട്ടിലേക്ക് പോകാനിടയായി. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ വിശ്വാസ ജീവിതമാണല്ലോ, കയ്യിലും കാതിലും ഒന്നും ഇല്ലാതെ അവിടെ ചെന്നപ്പോഴത്തേക്ക് സഹോദരന്മാർ വീട്ടിൽ കയറ്റിയില്ലായിരുന്നു. എന്നിട്ട് ഞാനിപ്പോ പബ്ലിക്കലി അവർ പറഞ്ഞതായ വാക്ക് റിപ്പീറ്റ് ചെയ്യുന്നത് ശരിയല്ല, പക്ഷെ ഒത്തിരി ആക്ഷേപിക്കുകയും വീട്ടിൽ കയറ്റാതെയും വിട്ടു. ഞാൻ അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്ന് ഓർക്കുന്നു. ദൈവവചനം പഠിച്ചപ്പോഴത്തേക്ക് ശൗലിനെ രാജാവാക്കി അഭിഷേകം ചെയ്തപ്പോൾ ശമൂവേൽ പറയുന്നുണ്ട്, ദൈവമായ കർത്താവ് ആലോചന പ്രകാരം നീ അമാലേക്കരെ മുഴുവനായിട്ട് നശിപ്പിക്കണം. കാരണം അവര് എൻ്റെ ജനം മിസ്രൈമിൽ നിന്ന് വന്നപ്പോൾ ഇവരെ ആക്രമിപ്പാൻ ഇടയായി. അത് ഞാൻ എൻ്റെ പുസ്തകത്തിൽ കുറിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ഇന്നും ഓർക്കുന്നു. എൻ്റെ അളിയന്മാര് പറഞ്ഞ വാക്കുകൾ ദൈവം കുറിച്ചു വെച്ചിട്ടുണ്ടാകണം. പക്ഷെ 3 കുഞ്ഞുങ്ങൾക്കും പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് കൊടുക്കുക മാത്രമല്ല, 21 അതിൽ ഏതൊരു ചേഞ്ചും ഇല്ല. 22 വയസ്സിലുമല്ല, 21 വയസ്സുകളിൽ 3 കുഞ്ഞുങ്ങളുടെയും വിവാഹം നടപ്പാനിടയായി. മാത്രമല്ല 2 കുഞ്ഞുങ്ങള് BSc നേഴ്സും 3-മത്തവള് BTech എഞ്ചിനീയറിംഗും ചെയ്യുവാനായിട്ട് ഇടയായി. ഓരോ കുഞ്ഞുങ്ങളുടെയും വിദ്യാഭ്യാസം തീരുമ്പോഴത്തേക്ക് ഉടനെ തന്നെ ആലോചന വന്ന് അവരുടെ വിവാഹം നടന്നു. കൃപയാൽ 3 പേർക്കും, മൂത്തവൾക്ക് 1 ആണ് 1 പെണ്ണ്, 2-മത്തവൾക്കും 1 ആണ് 1 പെണ്ണ്, 3-മത്തവൾക്കും അതിലും വ്യത്യാസം വരുത്താതെ 3 പേർക്കും ഓരോ ആണും ഓരോ പെണ്ണും ഇങ്ങനെ മക്കളെ ദാനം നൽകി. മൂത്ത മകള് ഇപ്പോൾ അങ്കമാലിയിൽ, എറണാകുളത്ത് അങ്കമാലി എന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ പാസ്റ്റർ ജിജു മാത്യു ആയിട്ട് അവിടെ അങ്കമാലി സിറ്റി ചർച്ചില് അവര് ശുശ്രൂഷിച്ചു പോരുന്നുണ്ട്. 2-മത്തവള് അവര് 2 മക്കളുണ്ട്. പാസ്റ്റർ അവര് ഇവാഞ്ചലിസ്റ്റ് ഫെബിൻ വർഗീസ്, അവര് UK കേംബ്രിഡ്ജിൽ ആയിരിക്കുന്നു. 3-മത്തവര് 7 വർഷമായിട്ട് കാനഡയിലായിരുന്നു. 2 മക്കളുണ്ട് അവർക്കും. അവര് കഴിഞ്ഞ മാസം ഓർലാൻഡോയിലേക്ക്, അമേരിക്കയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും ഇടയായി. ദൈവം ആർക്കും കടക്കാരനല്ല. നാം ആത്മാർത്ഥമായിട്ടും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവ വഴിയിൽ നടന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് എൻ്റെ ജീവിത അനുഭവമാണ്. വളരെ താഴ്മയോടെ ഞാൻ ദൈവസന്നിധിയിൽ പറയുകയാണ്. കർത്താവിനെ നമ്മൾ ആശ്രയിക്കുകയും കർത്താവിനെ പിൻപറ്റുകയും ചെയ്താൽ അവൻ നമ്മൾ ആവശ്യപ്പെടുന്നതിന് ഉപരിയായിട്ട് നമ്മളെ നടത്തുവാൻ, നമ്മുടെ തലമുറകളെ നടത്തുവാൻ ശക്തനാണെന്ന് എൻ്റെ ജീവിത അനുഭവം കൊണ്ട് ഇന്ന് എനിക്ക് പറയുന്നതിൽ ഏതൊരു ബുദ്ധിമുട്ടുമില്ല. സത്യമാണ്. കാരണം 37-ാം സങ്കീർത്തനത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതിയെ അപ്പമിരക്കുന്നതും കണ്ടിട്ടില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ നീതിമാനല്ല, എന്നെ നീതിമാനാക്കി ദൈവം എണ്ണിയതുകൊണ്ട് എൻ്റെ തലമുറകളെ ഏതൊരു വിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വണ്ണം കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടത്തുന്നു. ഇത്രത്തോളം കാത്ത് പരിപാലിച്ചു. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇത്രയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ചിന്ത, എവിടെയെങ്കിലും പ്രാർത്ഥനയ്ക്ക് പോവുകയാണെങ്കിൽ കർത്താവിൻ്റെ ദാസന്മാർ വന്നിട്ട് തലയിൽ കൈവെക്കും. എന്നിട്ട് പറയും, ദേവദാസനെ
കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയും. പക്ഷെ എൻ്റെ ഈ കുടുംബത്തിൻ്റെതായിട്ടുള്ള പ്രാരാബ്ധവും പിന്നെ ആ, എല്ലാ കാര്യങ്ങളും ചിന്തിച്ചിട്ട് ഈ ദൈവദാസന്മാരോട് പറഞ്ഞ ദൈവം എന്നോടും പറയട്ടെ എന്നുള്ള ചിന്തയിൽ അങ്ങനെ പോയി എന്നെ ആ, ആ, എൻ്റെ ജീവൻ നഷ്ടപ്പെടാതെ വണ്ണം കർത്താവ് പരിപാലിച്ചു. പക്ഷെ എപ്പോഴും ഒരു ചിന്ത, ഇത്രത്തോളം എന്നെ നടത്തിയ ദൈവത്തിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കും. 2006 ഞാൻ ജോലി റിസൈൻ ചെയ്തു. ജോലി റിസൈൻ ചെയ്തിട്ട് കുമ്പനാട് തിയോളജിക്കൽ സെമിനാരിയിൽ പോയി പഠിപ്പാനായിട്ട്, ദൈവവചനം പഠിപ്പാനായിട്ട് പോകുവാനിടയായി. അപ്പോൾ വൈഫ് വളരെ സപ്പോർട്ടാണ്. ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് വളരെ എന്നോട് പറഞ്ഞു, ഞാൻ 100 വട്ടം സമ്മതമാണ്, അത് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, എങ്ങനെ പറയൂ എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ റിസൈൻ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ കമ്പനിക്കാര് ഡയറക്ടർ 2 പ്രാവശ്യം റെസിഗ്നേഷൻ വലിച്ചു കയറി കളഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, എന്തോ ഫാമിലിയിൽ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും, അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തോ ബുദ്ധിമുട്ടാണ്, അല്ലോ ഈ പേഴ്സണൽ ഞാൻ അവിടെ ആയിരുന്നപ്പോഴത്തേക്ക് പിന്നെ പ്രൊമോഷനായി, ഞാൻ വേറെയും പഠിക്കുവാനൊക്കെ ഇടയായി, പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ ലോസ് പഠിപ്പാൻ ഇടയായി. അങ്ങനെ ഞാൻ അവിടുത്തെ HR എന്ന് മാത്രമല്ല അവിടുത്തെ അഡ്മിനിസ്ട്രേഷനും ലൈസൻസിങ് കാര്യങ്ങളൊക്കെ നോക്കുന്ന അതായതുകൊണ്ട് ഡയറക്ടർ എന്നെ വിടാനായിട്ട് തയ്യാറല്ലായിരുന്നു. ഒടുവിൽ ഞാൻ 3ാമത്തെ പ്രാവശ്യം ഞാൻ റെസിഗ്നേഷൻ എഴുതിയിട്ട് പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും ഇന്ന ദിവസം തൊട്ട് ഞാൻ വരികയില്ല, എനിക്ക് റിലീഫ് തരണമെന്ന്. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് കൃപയാൽ കുമ്പനാട്ട് പോയിട്ട് IPCയുടെ തിയോളജിക്കൽ സെമിനാരിയിൽ പോയിട്ട് പഠിപ്പാനായിട്ട് ഇടയായി. അവിടെ തങ്ങി പഠിച്ചു. പ്രായമായി എങ്കിലും ദൈവമായ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ അപേക്ഷിച്ചത് അനുസരിച്ച് അവരെനിക്ക് പെർമിഷൻ തരികയും അങ്ങനെ പഠിക്കുവാനുള്ള അഡ്മിഷൻ തരികയും അവിടെ നിന്ന് വചനം പഠിച്ച് തിരിച്ചു വന്നിട്ട് വൈഫിനോട് പറഞ്ഞു, നമുക്കൊരു 2-3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കണം. കാരണം ദൈവത്തോട് ഞാൻ പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരുവചനം പഠിച്ചു വന്നു, പക്ഷേ എനിക്ക് അങ്ങ് എന്നെ വിളിച്ചു എന്നതിന് വേണ്ടി അടയാളം വേണം. അല്ല എങ്കിൽ എൻ്റെ ബുദ്ധിയിൽ ഞാൻ പ്രസംഗിക്കുകയും സുവിശേഷം പറയാനായിട്ടും പോവുകയാണ്. അതല്ല കർത്താവ്, എനിക്ക് അടയാളം വേണമെന്ന് പറഞ്ഞ് കർത്താവിനോട് അങ്ങനെ എപ്പോഴും നിരന്തരമായി പറഞ്ഞ ശാഠ്യം പിടിക്കുന്നു, കുഞ്ഞുങ്ങളെ ശാഠ്യം പിടിക്കുന്ന പോലെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, എനിക്ക് അടയാളം വേണം, അങ്ങ് എന്നെ വിലയ്ക്ക് വിളിച്ചു, ഞാൻ ജോലി റിസൈൻ ചെയ്തു, പഠിച്ചു വന്നു. അങ്ങനെ ഞങ്ങള് ഇരിക്കുമ്പോൾ എൻ്റെ മൂത്ത സഹോദരി ബോർവെല്ലിയിൽ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആണെന്ന് അറിഞ്ഞു. ഞാൻ അവിടെ പോയി സഹോദരിയെ കണ്ട് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഒരു സഹോദരൻ വന്ന് കൈ തന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ, എൻ്റെ വീട് വരെ വരുമോ? ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അപ്പോൾ പറഞ്ഞു, വീട്ടിൽ വന്നതിന് ശേഷം പറയാം, വരുമോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പോൾ 5 മണി കഴിഞ്ഞു, എനിക്ക് ബോർവെല്ലിയിൽ നിന്നും തിരിച്ച് ഡോംബോലി പോകണമെന്നെങ്കിൽ രാത്രിയാകും, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, അഡ്രസ്സ് തന്നേരം ഞാൻ നാളെ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ, അത് അവിടെ വന്നാല് സ്ലം ഏരിയ ആണ്, അഡ്രസ്സ് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്, ഞാൻ സാന്താക്രൂസ് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കാൻ, ഞാൻ സാന്താക്രൂസിലാണ് താമസിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ഒരു 10:30 മണിയായപ്പോഴത്തേക്ക് ഞാൻ വൈഫും കൂടെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ സഹോദരൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ വീട്ടിലേക്ക് പോയപ്പോൾ ഒരു സ്ലം, അവര് കോവണി മേളിൽ കയറി പോകണം, ഒറ്റ സിംഗിൾ റൂമിലാണ് അവർ താമസം. താനും തൻ്റെ ഭാര്യയും ഒരു മോന് 4 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്, ആൺപയ്യന്. അവിടെ ചെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഒന്നും പറയാതെ തന്നെ ഒരു കേരി ബാഗ് എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ വിളിച്ചതിൻ്റെ കാര്യം ഇതാണ്. ഞാൻ പറഞ്ഞു, എന്താണ് കാര്യം പറ, ഇതൊന്നും മനസ്സിലാകുന്നില്ല. കുറച്ച് എക്സ്റേയും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ടാണ്. അദ്ദേഹത്തിൻ്റെ വൈഫിന് ഇടത് ബ്രസ്റ്റിനുള്ളിൽ 3 മുഴയാണ്. അത് ബാൻഡ്രയില് ഹോളി ഫാമിലി ആശുപത്രിയിൽ മൊമോഗ്രാഫി ചെയ്തപ്പോഴത്തേക്ക് അറിഞ്ഞു അത് ഓപ്പറേഷൻ അല്ലാതെ മറ്റു മാർഗമില്ല. പക്ഷേ ഇവര് വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന കുടുംബമാണ്, ലക്ഷങ്ങൾ വേണം ഓപ്പറേഷന് വേണ്ടി. പക്ഷെ ഡോക്ടർ പറഞ്ഞു പോലും, ഇത് ഫുള്ളായിട്ട് റിമൂവ് ചെയ്തിരുന്നാൽ ഹാർട്ട് അറ്റാച്ച്ഡ് ആയി പോയി വളർന്നിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് റിമൂവ് ചെയ്തേ പറ്റത്തുള്ളൂ, മുഴുവൻ മാറ്റിയാൽ ജീവഹാനി ഉണ്ടാകും. ഈ പേപ്പറൊക്കെ വെച്ച് ഇദ്ദേഹം പറയുന്നു, ഇദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണീര് വീഴുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ
ആ, സൗഖ്യമാകുമെന്നാണോ ഇദ്ദേഹം പറയുന്നത്? അപ്പം ഞാൻ എന്നോട് പറഞ്ഞു, അതുകൊണ്ടാണല്ലോ പാസ്റ്റർ വിളിച്ചത്. ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് ഞാനും വൈഫും പോയിരുന്നു. അവിടെ ഏറെ നേരം 2 മണിക്കൂറോളം ഇരുന്ന് കർത്താവിനെ കുറിച്ച് പറഞ്ഞു, എൻ്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞു, ശക്തമായി പ്രാർത്ഥിച്ചു. താഴെ കോവണി ഇറങ്ങുമ്പോഴത്തേക്ക് ദൈവാത്മാവ് പറഞ്ഞു, അങ്ങനെ എനിക്ക് പ്രവചന ശുശ്രൂഷയൊന്നുമില്ല. ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു നിങ്ങളുടെ വൈഫിൻ്റെതായിട്ടുള്ള മുഴയെ സർജറി ചെയ്ത് മാറ്റിയിരിക്കുന്നു, വിശ്വസിച്ചാൽ മാത്രം മതിയെന്ന് പറഞ്ഞു ഞങ്ങൾ ഇറങ്ങിപ്പോന്നു. 3-ാമത്തെ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന്റെ ഫോണാ. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അപ്പോൾ പറഞ്ഞു, എൻ്റെ വൈഫ് പറയുന്നുണ്ട് അവിടെ മുഴ അവിടെ ഒന്നും അത്ര ഇതായിട്ടൊന്നും കാണുന്നില്ല, വേദനയില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യൂ. ഒരാഴ്ച കഴിഞ്ഞ ശേഷം ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് വീണ്ടും പോയിട്ട് ചോദിച്ചു, ഈ മമ്മോഗ്രാഫിക്ക് എത്ര രൂപയാ? 3500 രൂപ ചാർജാണ്. ഏതുകൊണ്ടും കൃപയാൽ അത് കരുതിയാ പോയത്. അത് കൊടുത്ത് പിറ്റേ ദിവസം ചെന്ന് മമ്മോഗ്രാഫി ചെയ്തിട്ട് ആശുപത്രിയിൽ ഇരുന്ന് എന്നെ വിളിച്ചിട്ട് ഹല്ലേലൂയ പാസ്റ്റർ. ഞാൻ പറഞ്ഞു, ഈ ഹല്ലേലൂയ പറയാനായിട്ട് വലിയ സന്തോഷമാണല്ലോ, എന്താ പറ്റിയത്? പറഞ്ഞു, ഡോക്ടർ പറയുന്നു ആ മുഴ അവിടെ ഇല്ല. ഹല്ലേലൂയ. അങ്ങനെ ഇതൊരു വ്യാഴാഴ്ച സംഭവിക്കുന്നത്. എന്നോട് പറഞ്ഞു, പാസ്റ്റർ അടുത്ത ഞായറാഴ്ച ഞങ്ങളുടെ വീട്ടിൽ വൈകുന്നേരത്തൊരു കൂടിവരവിന് വേണ്ടി ഒരു പ്രാർത്ഥന വെക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വലിയ സന്തോഷം. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഏകദേശം ഇവന്റെ കൂട്ടുകാരും അവരുടെ ബന്ധുക്കളും ആൾക്കാരും പരിചയക്കാരും ജോലിയിൽ ചെയ്യുന്നിടത്തുള്ള ആൾക്കാരുമായിട്ട് ഒരു 10-30 പേരുണ്ട്. ഒരു ബാലവാടി വാടകയ്ക്കെടുത്ത് അവിടെ ആരാധന ആരംഭിച്ചു. കൃപയാൽ ഏകദേശം ഈ കോവിഡ് വരെ 13 വർഷത്തോളം അവിടെ നല്ല ഒരു കൂടിവരവ്, പിന്നീട് IPCയുടെ ഒരു പ്രാദേശിക സഭയായിട്ട് തീരുവാനിടയായി. അനേകരെ കർത്താവിങ്കിലേക്ക് നടത്തുവാനായിട്ട് ദൈവമായ കർത്താവ് അത് മുഖാന്തരമാക്കി. ദൈവത്തിന് എന്നും മുഖപക്ഷം കൂടാതെ വണ്ണം പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾക്ക് ഒട്ടനവധി കാര്യങ്ങൾ പറയുവാനുണ്ട്, സംഭവിച്ചിട്ടുണ്ട്, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നാളുകൾ കഴിഞ്ഞു. അവിടുത്തെ ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇളയ മകള് കുറച്ചു കാലം അവര് ഡൽഹിയിൽ കർത്താവിൻ്റെ വിലയോടുള്ള മൂത്ത മകളും ഹസ്ബൻഡും അവിടെ ന്യൂഡൽഹിയിലായിരുന്നു പ്രവർത്തനം. അപ്പൊ ഇളയ അവനും മണക്കാല ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയവനാ ഫെബിന്, എൻ്റെ 2-ാമത്തെ മകളുടെ ഹസ്ബൻഡ്. അപ്പോ മൂത്തവനോട് പറഞ്ഞു, മോനെ ഇളയവനെ കൂടെ അവിടെ വിട്ട് അവനെ അവിടെ ശുശ്രൂഷയിൽ കൂടെ സഹകരിപ്പിക്കെന്ന് പറഞ്ഞ് അങ്ങനെ അവരും അവിടെ പോയി. കുറച്ച് നാളുകൾ അവിടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വാടക വീട്ടിലാണ്. അവരുടെ മൂത്ത മകൾക്ക് അവിടെ വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ശരിയല്ല എന്ന് വിചാരിച്ച് അവർ തിരിച്ച് ഞാൻ ബോംബെയിലേക്ക് കൊണ്ടുവന്നു. ബോംബെയിൽ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് മകള് ഇവിടെ UK ഒരു ജോലി ലഭിച്ച അവള് അങ്ങോട്ട് പോയി. ഹസ്ബൻഡും മക്കളും ഞങ്ങളുടെ കൂടെയായിരുന്നു. അവരിവിടെ പഠിക്കുന്നു, പിള്ളേരിവിടെ പഠിക്കുകയാണ്. മോന് എന്നോടൊപ്പം ഇവിടെ പ്രവർത്തനത്തിൽ കൂടെ സഹകരിക്കും. അങ്ങനെ നടന്നു വരികയായിരുന്നു. മോള് പോയി ഒരു 3 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. മക്കളെ 2 പേരെയും ഹസ്ബൻഡിനെയുമായിട്ട് UK കൊണ്ടുപോയി. അവിടെ ചെന്ന് സന്തോഷമായി. ഇവിടുന്ന് പോയപ്പോഴത്തേക്ക് മൂത്ത മകളാണെങ്കിൽ 4th സ്റ്റാൻഡേർഡ് പാസ്സായി 5th TC വാങ്ങിയ പോയത്. ഇളയ കുഞ്ഞ് 1-ാം സ്റ്റാൻഡേർഡിൽ. എന്നാൽ അവിടെ UK ചെന്ന് കാംബ്രിഡ്ജിനടുത്താണ്. അവിടെ ചെന്നതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞിട്ട് മോള് 2-ാമത്തെ മോളുടെ പേര് ബിന്ദുവാണ്. ബിന്ദു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പപ്പ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവിടെ വന്നതിന് ശേഷം മൂത്തവൾക്ക് അഡ്മിഷൻ 5-ാം സ്റ്റാൻഡേർഡിലല്ല, ഇവിടെ ഇന്റർവ്യൂ കഴിഞ്ഞു, ടെസ്റ്റ് നടത്തിയതിന് ശേഷം അവൾക്ക് 5-ന് പഠിക്കണ്ട 6-ാം സ്റ്റാൻഡേർഡിലേക്ക് പ്രൊമോഷൻ കൊടുത്തു. 6-ാം സ്റ്റാൻഡേർഡിൽ അഡ്മിഷൻ കിട്ടി. ഇളയ കുഞ്ഞിന് 1-ാം സ്റ്റാൻഡേർഡിലും അഡ്മിഷൻ കിട്ടി. പക്ഷേ ഒരു ബുദ്ധിമുട്ടുള്ളത്, ഇവര് ബോംബെയിലുള്ളതുപോലെ അല്ല, ഡോംബോലിയിലൂടെ ആയതുപോലെ സ്കൂൾ ബസ് വരും, അവർ വരും. പക്ഷേ അവിടെ അങ്ങനെയല്ല, സ്വന്തം വണ്ടിയിൽ കൊണ്ടുവരണം. 5 കിലോമീറ്റർ ദൂരെയാണ് സ്കൂള്.
എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. വളരെ വിങ്ങി പൊട്ടിയ ഒരു രീതിയിൽ സംസാരിച്ചു. അപ്പൊ എനിക്കും വലിയ പ്രയാസം തോന്നി. കുഞ്ഞുങ്ങൾ വിദേശത്താണല്ലോ, എന്ത് ചെയ്യും? ഞാൻ മോളോട് പറഞ്ഞു, പപ്പയ്ക്ക് ഇനിയിപ്പോ മോക്ക് ഒരു കാറ് വാങ്ങി തരാനുള്ള വകയൊന്നും ഇല്ലല്ലോ മോനെ, പപ്പ പ്രാർത്ഥിക്കാം, ദൈവം എന്തെങ്കിലും മാർഗം തുറക്കാതിരിക്കത്തില്ല. ഇത്രത്തോളം ദൈവം സഹായിച്ചല്ലോ, മേലിലും നടത്തുവാൻ അവൻ ശക്തനാണ്. അതുകൊണ്ട് മോള് കണ്ണടയ്ക്ക്, പപ്പ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഫോണിലൂടെ ഞാൻ പ്രാർത്ഥിച്ചു വെച്ചു. പ്രാർത്ഥിച്ചു വെക്കുന്നതിന് ഈ സംഭവം നടക്കുന്നതിന് ഒരു 10 ദിവസം മുമ്പ് വേറൊരു സംഭവം ഉണ്ടായി. കാരണം തൻ്റെ തലമുറകൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്ന കാര്യം പറയുവാൻ വേണ്ടിയാണ് പ്രേക്ഷകരോട് സംസാരിക്കുന്നത്. ഒരു 10 ദിവസം മുമ്പ് ഞങ്ങൾ മുഖാന്തരം ഈ വിശ്വാസത്തിലേക്ക് വന്ന ഒരു ക്രിസ്തീയ ഭവനത്തിലുള്ള ഒരു സഹോദരൻ മാത്യൂസ്, ചങ്ങനാശ്ശേരിക്കാരനാണ്. അവര് കത്തോലിക്കയാ. അദ്ദേഹത്തിന്റെ വൈഫിന്റെ പേര് മെരിൻ എന്ന്. അവരിപ്പോ UK-യിലാണ്. അപ്പോ ഈ മെരിൻ മുഖാന്തരമാണ് ഞാനും രണ്ടാമത്തെ മോളെ അങ്ങ് UK-യിലേക്ക് പോയത്. അപ്പോൾ ഒരു ദിവസം എന്നെ ഈ ബിന്ദു വിളിച്ച് സംസാരിച്ചതിന്റെ 10 ദിവസം മുമ്പ് മാത്യൂസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്കിളെ, എൻ്റെ വൈഫ് മെരിന് ഈ തലവേദന ഉണ്ടാകും, മൈഗ്രെയിൻ എന്ന് പറയുന്ന രോഗമുണ്ട്. അത് അങ്കിൾ പ്രാർത്ഥിച്ചാണല്ലോ സൗഖ്യമായത്. മാത്രമല്ല അവർക്ക് വിവാഹം കഴിഞ്ഞ് ഏറെക്കാലം കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഒരു ഉപവാസ പ്രാർത്ഥനയില്ല അവർ സമർപ്പിച്ചു. ഈ വിശ്വാസത്തിലേക്ക് സ്നാനപ്പെട്ട് അങ്ങനെ വന്നപ്പോഴത്തേക്ക് ആ മാസം തന്നെ അവൾ കൺസീവായി. ഇപ്പൊ 2 കുഞ്ഞുങ്ങളുണ്ട്, അവരോട് UK-യിലാണ്. അപ്പോ ആദ്യം മെരിൻ പോയി കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ഹസ്ബൻഡിനെയും കുഞ്ഞുങ്ങളെയും അവിടെ കൊണ്ടുപോയത്. അപ്പോ എന്നെ മാത്യൂസ് വിളിച്ചിട്ട് പറഞ്ഞു, അങ്കിള് പ്രാർത്ഥിച്ചാണല്ലോ എൻ്റെ വൈഫിന് ആ തലവേദന മാറിയത്. ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ കമ്പനിയുടെ ബോസിന് അതേ രോഗമാണ്. അദ്ദേഹം ഒരുപാട് ഡോക്ടറെ കണ്ട് ചികിത്സിച്ചു, ഭേദമാകുന്നില്ല. അങ്കിൾ എൻ്റെ ബോസിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു, ഇയാൾ എന്താ പറയുന്നത്? അദ്ദേഹത്തിന് എന്നെ അറിയത്തില്ല, എനിക്ക് അദ്ദേഹത്തെ അറിയത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചാല് ഇതെന്തോ വിഷയം, അത് ശരിയാകില്ലല്ലോ. എന്നോട് ആ പുള്ളിയുടെ പേര് മാത്യൂസ് എന്നാ. മാത്യൂസ് ഒരു കാര്യം ചെയ്യുക, ഒരു അല്പം തെളിഞ്ഞ വെളിച്ചെണ്ണ കയ്യിലെടുക്കുക. ഇദ്ദേഹം അവിടെയാണ്, UK-യിലാണ്, ഞാൻ ഡോംബോയിലില്ല. നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചിട്ട്, വെളിച്ചെണ്ണയാണെന്നൊന്നും പറയണ്ട, തൻ്റെ ബോസിന് കൊടുക്കുക. എന്നിട്ട് അതിന് ദൈവം സൗഖ്യം കൊടുക്കും തീർച്ചയായും എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ പിറ്റേ ദിവസം ഈ എണ്ണ കൊണ്ടുവന്ന് കൊടുത്തു, തലയിൽ തേച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം ഓടി വന്ന് മാത്യൂസിനെ കെട്ടിപ്പിടിച്ചു. പിടിച്ചിട്ട് പറഞ്ഞു, ഐ ആം ടോട്ടലി ഓൾ റൈറ്റ്, ഫ്രം വേർ യു ഗോട്ട് ദിസ് മെഡിസിൻ? അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രീസ്റ്റ് ബോംബെയിലുണ്ട്, അദ്ദേഹം തന്ന മെഡിസിനാണ്. യു ഗീവ് ഹിസ് നമ്പർ, ഐ വാണ്ട് ടു സ്പീക്ക് ടു ഹിം എന്നായി. അപ്പോ ഇദ്ദേഹം എൻ്റെ നമ്പർ കൊടുത്തതിന് ശേഷം എന്നെ മാത്യൂസ് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പക്ഷേ അങ്കിളെ, നമ്മൾ പ്രാർത്ഥിച്ചു കൊടുത്ത ആ കാര്യം ഒത്തിരി ഫലിച്ചു, അദ്ദേഹത്തിന് സൗഖ്യമായി, അങ്കിളിനെ വിളിക്കും ഒരു പക്ഷേ. എന്താണെന്ന് അറിയത്തില്ല, എൻ്റെ നമ്പർ ചോദിച്ചു, അങ്കിളുടെ പെർമിഷൻ ഇല്ലാതെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ദിവസം സംസാരിച്ച് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന്റെ ഫോൺ എന്നെ വിളിച്ച ഉടനെ എന്നോട് ചോദിച്ചു, ആർ യു MK കുറ്റി? ഞാൻ പറഞ്ഞു, യെസ്, ഐ വാണ്ട് ടു സീ യു. ഞാൻ പറഞ്ഞു, ഹൗ ഇറ്റ് ഈസ് പോസിബിൾ, ഐ ആം ഇൻ മുംബൈ ആൻഡ് യു ആർ ഇൻ UK. നോ 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 നോ, ഐ വാണ്ട് ടു ഡു സംതിങ് ഫോർ യു, ഐ വാണ്ട് ടു മീറ്റ് യു പേഴ്സണലി. ഞാൻ പറഞ്ഞു, എനിക്ക് വരാനൊന്നും പറ്റത്തില്ല, ഞാൻ വേണ്ടത് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാം, വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പറ്റുകയില്ല, ഒരു 20 മിനിറ്റ്. ഇടയ്ക്കിടയ്ക്ക് ഇവൻ പറയും, പ്ലീസ് ഡോണ്ട് ഡിസ്കണക്ട് ദ ലൈൻ, ഐ വാണ്ട് ടു സേ സംതിങ്, ഐ വാണ്ട് ടു ഡു സംതിങ് എന്ന് പറഞ്ഞു. ഇത് നിവർത്തിയില്ലാതെ വന്നപ്പോഴത്തേക്ക് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, യു ഡു വൺ ഫേവർ ഫോർ മീ, മൈ സൺ-ഇൻ ലോ ഫെബിൻ മാത്യു ഈസ് ഇൻ UK, ഹി നീഡ് എ ജോബ്. അവിടെ വന്ന് ഒരു ജോലി ശരിയാക്കി കൊടുക്കുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, അത്രയേ ഉള്ളൂ, അവൻ്റെ നമ്പർ കൊടുക്കുക. ഞാൻ മരുമോൻ്റെ നമ്പർ കൊടുത്തു, ഫെബിൻ്റെ നമ്പർ കൊടുത്തു. ഉടനെ തന്നെ ഇദ്ദേഹം വിളിച്ച ഉടനെ അദ്ദേഹം പറഞ്ഞു, യുവർ ഫാദർ ഇൻ ലോ കോൾഡ് മീ ആൻഡ് ആസ്ക്ഡ് മീ ടു അറേഞ്ച് എ ജോബ് ഫോർ യു, യു പ്ലീസ് കം ഡൗൺ ടു മൈ പ്ലേസ്.
അപ്പോ ഫെബിന് മോന് അവനോട് ചോദിച്ചു, ഇദ്ദേഹത്തിന്റെ സ്ഥലം എവിടെയാണ്, എങ്ങനെ വരേണ്ടത്, ബൈ ട്രെയിൻ ഓർ ബൈ ബസ് ഓർ ബൈ ടാക്സി. ഉടനെ ഇദ്ദേഹം അവനോട് ചോദിക്കുക, മരുമോനോട് ചോദിച്ചു, യു ഡോണ്ട് ഹാവ് യുവർ ഓൺ കാർ? അപ്പൊ പറഞ്ഞു, എനിക്ക് കാറൊന്നുമില്ല, ഞങ്ങളിപ്പോ ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് ഇവിടെ വന്നത് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഓക്കെ, ഐ വിൽ കോൾ യു ബാക്ക് എന്ന് പറഞ്ഞു വെച്ചതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ ബിസിനസ്മാൻ വീണ്ടും മകനെ വിളിച്ചിട്ട് പറഞ്ഞു, പ്ലീസ് നോട്ട് ഡൗൺ ദ കാർ നമ്പർ, യു ടേക്ക് ദി ഇൻഷുറൻസ് ടുഡേ ഇറ്റ് സെൽഫ് ആൻഡ് കം ടുമോറോ ആൻഡ് കളക്ട് ദ കാർ ഫ്രം മീ എന്ന് പറഞ്ഞു. എന്നിട്ട് ബിന്ദുവിനോട് കൂടെ വർക്ക് ചെയ്യുന്ന വൈശാഖ് എന്ന് പറയുന്ന ഒരു പയ്യനാണ്, BSc നേഴ്സാ, അവന് കാറുണ്ട്. ആ കാറിൽ മരുമോനുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുക്ക് ഏകദേശം 150 കിലോമീറ്റർ ദൂരെയാണ്. അവരവിടെ പോയപ്പോഴത്തേക്ക് ഒരു ടൊയോട്ട കാർ അദ്ദേഹത്തിന്റെ ബിസിനസ്സിന് വേണ്ടി വാങ്ങിയിട്ടിരുന്ന കാറിന്റെ ചാവി കൊടുത്തിട്ട് പറഞ്ഞു, ഐ ആം ഗിവിംഗ് ദിസ് ഗിഫ്റ്റ് ടു യുവർ ഫാദർ ഇല്ല, ബട്ട് ഐ ആം ഹാൻഡിങ് ഓവർ ടു യു ടു യുവർ വൈഫ് എന്ന് പറഞ്ഞു കൊടുക്കാനിടയായി. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, അതേ കാറുകാർ ഇവിടെ തിരിച്ചു വന്നു. തിങ്കളാഴ്ച ഇതൊക്കെ സംഭവിക്കുന്ന വെള്ളിയും ശനിയും ഞായർ ദിവസത്തിലാണ്. തിങ്കളാഴ്ച ബിന്ദു പറഞ്ഞ പ്രകാരം തിങ്കളാഴ്ചയാണ് കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോകേണ്ടത്. അതേ കാറിൽ മക്കളെ കൊണ്ടുപോകാൻ തക്കവണ്ണം ഇടയായി. നമ്മുടെ ഹൃദയത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ഇന്ന് ജീവിക്കുന്നുവെന്ന് എൻ്റെ ജീവിത അനുഭവമാണ്. ഞാനൊരു പ്രോസ്പെരിറ്റി തിയോളജി പറയുന്നവനല്ല, പ്രസംഗിക്കുന്നവനല്ല. പക്ഷെ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ തലമുറകളെ മറന്നു കളയാതെ വണ്ണം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് ഈ സമയത്ത് ഞാൻ അറിയിപ്പാൻ താല്പര്യപ്പെടുക. ഇത് സത്യമാണ്, എൻ്റെ അനുഭവമാണ്. ഞാൻ പേരുകൾ സാധാരണ പറയാറില്ല, ആരുടെയും പേര് പറഞ്ഞ് അങ്ങനെ പറയല്ല. പക്ഷെ ഇത് സത്യമാണ്. അദ്ദേഹത്തിന്റെ പേര് ഹർദാസ് കേശവാല എന്ന് പറയുന്ന ഒരു ഗുജറാത്തി ബിസിനസ്മാൻ ആണ്. അദ്ദേഹം വിശ്വാസിയല്ല, എങ്കിലും അദ്ദേഹത്തിന് രോഗസൗഖ്യം കൊടുത്തിട്ട് എൻ്റെ മകളുടെ ആവശ്യത്തെ നിറവേറ്റുവാൻ വേണ്ടി പ്രവർത്തിച്ച ഒരു ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഒരു സംഭവം കൂടെ പറഞ്ഞുകൊണ്ട് വിരമിപ്പാൻ താല്പര്യപ്പെടുകയാണ്. ഈ കഴിഞ്ഞ ജനുവരി മാസത്തെ കുമ്പനാട് കൺവെൻഷന് വേണ്ടി ഞാനും വൈഫും കൂടെ പോയിരുന്നു. മാത്രമല്ല, ഒരു 2 ആഴ്ച പ്രോഗ്രാമാണ്. അനേക സ്ഥലങ്ങൾ പോകുവാനും ഞങ്ങളോടൊപ്പം ഇവിടെ ബോംബെയിൽ തന്നെ ശുശ്രൂഷയിൽ ഞങ്ങൾ കൃപയിലേക്ക് നടത്തിയ അനേകര് പല സ്ഥലങ്ങളിലായിട്ട് നാട്ടിൽ സെറ്റിലായവരുണ്ട് കോവിഡിന് ശേഷമായിട്ട്. ട്രിവാൻഡ്രത്ത്, അടൂരില്, ചങ്ങനാശ്ശേരിയില്, തിരുവല്ലയില്, ഇങ്ങനെ പല കാര്യങ്ങളും. ഇതിനിടയ്ക്ക് 2 രോഗികളെ കാണുമായിരുന്നു. അവരുടെ മക്കള് വിദേശത്താണ്. അവര് വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ നാട്ടിൽ പോകുമ്പോഴത്തേക്ക് അമ്മയെ ചെന്ന് കാണണം എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങള് ഒരു 2 ആഴ്ച പ്രോഗ്രാമായിട്ട് പോയിട്ട് കുമ്പനാട് കൺവെൻഷൻ 2 ദിവസമേ കൺവെൻഷൻ അറ്റൻഡ് ചെയ്തുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളിലായിട്ട് അങ്ങനെ 27-ാം തീയതി ജനുവരിയിൽ 27-ാം തീയതി നടന്ന ഒരു സംഭവമാണ് ഈ ജനുവരി മാസത്തെ. അപ്പോൾ 25-ാം തീയതി കുമ്പനാട്ട് ഒരു മാരേജ് ഉണ്ടായിരുന്നു. മാരേജ് അറ്റൻഡ് ചെയ്തിട്ട് ഞങ്ങൾ മകളുടെ അടുത്ത് അങ്കമാലിയിൽ വന്നു. 26-ാം തീയതി 25 അവിടെ കല്യാണം കഴിഞ്ഞു. അവിടെ പോയിട്ട് 26-ാം തീയതി സൺഡേ ആണ്. മക്കളോടൊപ്പം അവിടെ അവരുടെ ചർച്ചിൽ ആരാധിച്ചു, ദൈവവചനം പ്രസംഗിച്ചു. 27-ാം തീയതി ഞങ്ങൾക്ക് എറണാകുളത്ത് നിന്ന് റിട്ടേൺ ടിക്കറ്റ് ബോംബെക്കാണ്. അപ്പോ ഞങ്ങള് മക്കള് തന്നെ മരുമോന്റെ കാറില് സാധനങ്ങളൊക്കെ ഒരു 4 പെട്ടിയുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വേണ്ടുന്ന വേറെ കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വേറെ ഒരു പെട്ടി കൂടെ തന്നു മക്കള്. അങ്ങനെ 5 പെട്ടി. പിന്നെ ഞങ്ങൾക്ക് ട്രെയിനിൽ ഭക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെ ഒരു ലഗേജ് എല്ലാം കൂടി ഒത്തിരി ഉണ്ട്. അവരുടെ കാറിൽ വെച്ച് ഞങ്ങൾ എറണാകുളം സ്റ്റേഷനിൽ വന്നു. എറണാകുളം സ്റ്റേഷനിൽ വന്നപ്പോഴത്തേക്ക് 1 മണിക്കൂർ വണ്ടി വിടാനായിട്ട് ബാക്കിയുണ്ട്. കാരണം 1:50-നാണ് ട്രെയിന്. നേത്രാവതി 1:50-ന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ബോംബെക്കുണ്ട്. 1 മണിക്കൂർ മുമ്പ് ഞങ്ങൾ അവിടെ എത്തി. കാരണം ട്രാഫിക് ഒക്കെ ഉള്ളത് കണ്ട് രാവിലെ ഞങ്ങൾ പുറപ്പെട്ടു വീട്ടിൽ നിന്ന്. അപ്പോൾ എൻ്റെ വൈഫ് എന്നോട് മക്കളോട് പറഞ്ഞു, മക്കളെ ഇനി
എന്നാൽ ഇനി ഇവിടെ നാട്ടിൽ വരുമ്പോഴല്ലേ കാണത്തുള്ളൂ, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരുമിച്ച് ഇവിടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോകാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഹോട്ടലിൽ കയറി. ഭക്ഷണം കഴിച്ച് ഇറങ്ങിയപ്പോൾ 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ വണ്ടി വിടാനായിട്ട്. അപ്പോൾ ഈ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ട്രെയിൻ പുറപ്പെടുന്നു എന്ന് എൻ്റെ മൊബൈലിൽ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മക്കളോട് പറഞ്ഞു, ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഇത് ഞങ്ങൾ സൗത്ത് എൻഡിലാണ് ഞങ്ങൾ നിൽക്കുന്നത്, പക്ഷെ നോർത്ത് എൻഡിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ നോർത്ത് എൻഡിലായിട്ട് വണ്ടി പാർക്ക് ചെയ്തിരിക്കുക. അപ്പോൾ മക്കൾ പറഞ്ഞു, ഞങ്ങൾ പോയിട്ട് ലഗേജ് എടുത്ത് വരാം, പപ്പയും മമ്മയും ഇതുവഴി അങ്ങ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കയറുമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടെ, അപ്പോൾ പുള്ളിക്കാരിക്ക് നടക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട്, ഞങ്ങൾ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴത്തേക്ക് അനൗൺസ് ചെയ്യുന്നുണ്ട്, നേത്രാവതി 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ടിരിക്കുന്നു. ബാക്കി ഒന്നും കേൾപ്പാനായിട്ട്, മാത്രമല്ല ഈ ട്രെയിൻ അനൗൺസ് ചെയ്യുന്നത് ചിലത് ചൊറച്ച കേൾക്കത്തുള്ളൂ, ചിലതൊക്കെ അങ്ങനെ മുഴക്കത്തില് നമുക്ക് കേൾക്കാനും പറ്റത്തില്ല. ഞാനിതൊന്നും ഇത്രയും കേട്ടു, 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നേത്രാവതി വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ വൈഫിനോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, 3-ാം നമ്പറിലേക്ക് നീ സ്റ്റെയർ കേസ് കയറി പോകണമല്ലോ, ഇച്ചിരി നടക്കാനും ബുദ്ധിമുട്ടുണ്ട് രാധയ്ക്ക്. ഏതുകൊണ്ടും ഞങ്ങൾ കയറുന്നു. ഉടനെ തന്നെ ഞാൻ ഫോൺ ചെയ്തിട്ട് മോളോട് പറഞ്ഞു, മക്കളെ പ്ലാറ്റ്ഫോം നമ്പർ 3-ലാണ്, 1-ലല്ല, 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വണ്ടി വരുന്നുണ്ട്, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ അവിടെ നിന്ന് എസ്കലേറ്റർ ഉണ്ട്, അതിലൂടെ സാധനം എടുത്ത് കയറി പോരെ, പെട്ടെന്ന് വരൂ, വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. 3-ാം നമ്പറിലേക്ക് ഞങ്ങൾ കയറി. അങ്ങ് മേളിൽ ചെന്നപ്പോഴത്തേക്ക്, ഓവർ ബ്രിഡ്ജിൽ കയറിയപ്പോഴത്തേക്ക് എന്നെ പിള്ളേരും എസ്കലേറ്ററിലൂടെ സാധനം കൊണ്ടുവന്നു. വന്നപ്പോഴത്തേക്ക് സിഗ്നൽ കൊടുക്കാറായി. ഞങ്ങളോട് പറഞ്ഞു, പപ്പയും മമ്മിയും സൂക്ഷിച്ച് വണ്ടി കയറിക്കോ, സാധനങ്ങൾ ഞങ്ങൾ ഇട്ടു തരാമെന്ന് പറഞ്ഞു. ഞങ്ങള് കയറി. ഈ ലഗേജ് ഓരോന്നോരോന്നായിട്ട് കുഞ്ഞുങ്ങൾ ഇട്ടു തരികയാണ്. ഞങ്ങൾ രണ്ടുപേരും വണ്ടി കയറി, വണ്ടി ഉള്ളിലാണ്. എന്നിട്ട് ലാസ്റ്റ് ബാഗ് അങ്ങ് എറിഞ്ഞു തരികയായിരുന്നു. കാരണം പിന്നീട് അവരോട് ബൈ പറയാനായിട്ടുള്ള സമയം കിട്ടില്ല, അപ്പോഴത്തേക്ക് വണ്ടി എടുത്തു കഴിഞ്ഞു. ഞങ്ങൾ പോവുക, വണ്ടി സ്പീഡ് എടുത്തു, കുറച്ച് ദൂരം പോയി. അപ്പോൾ കുഞ്ഞുങ്ങളോട് ടാറ്റ പോലും പറഞ്ഞില്ല, അവർ മടങ്ങിപ്പോയി. എന്നിട്ട് ഞങ്ങൾ പോകുന്നു. അപ്പം ഞാൻ ഡോറിന്റെ അടുത്തായിട്ട്, ഫാസ്റ്റിൽ വണ്ടി പോകുന്നുണ്ട്, സാധനങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചിട്ട് ആ ഡോറിന്റെ ഇപ്പുറത്തായിട്ട് വെച്ചിട്ട് ഞാൻ വൈഫിനോട് പറഞ്ഞു, സൂക്ഷിച്ച് നിന്നേരെ. ഞാനൊരു ലഗേജ്, ഒരു ബാഗ്, ട്രോളി ബാഗാണ്, എടുത്തിട്ട് ഉരുട്ടിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പോയിട്ട് ഞങ്ങളുടെ റിസർവേഷൻ വന്നിട്ട് AC കമ്പാർട്ട്മെന്റ് B4 AC കമ്പാർട്ട്മെന്റിലാണ് ഞങ്ങൾ. പക്ഷെ കയറിയത് വന്നിട്ട് സ്റ്റെയർ കേസ് ഇറങ്ങിയ ഉടനെ കിട്ടിയത് വന്നിട്ട് ഓർഡിനറി കമ്പാർട്ട്മെന്റിലാണ്. അപ്പോൾ ഓർഡിനറി കമ്പാർട്ട്മെന്റിൽ കയറിയത് കൊണ്ട് അവിടെ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പോയിട്ട് AC കമ്പാർട്ട്മെന്റ് എവിടെയാണെന്ന് നോക്കിയിട്ട് വരട്ടെ, നീ ഇവിടെ സൂക്ഷിച്ച് നിൽക്കാൻ പറഞ്ഞു. ഞാൻ ഈ ബാഗും എടുത്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു യൗവനക്കാരനായ പയ്യന് എന്നോട് പറഞ്ഞു, അങ്കിള് ഞാൻ കൂടെ സഹായിക്കാമെന്ന് പറഞ്ഞ് അവനും ഒരു ബാഗ് എടുത്തു. ഞങ്ങൾ രണ്ടുപേരും കൂടെ 7-ാമത്തെ കമ്പാർട്ട്മെന്റിലാണ്, AC കമ്പാർട്ട്മെന്റ് B4. അപ്പൊ ഞങ്ങള് 1, 2, 3-ാമത്തെ കമ്പാർട്ട്മെന്റിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴത്തേക്ക് ഈ യൗവനക്കാരനായ പയ്യൻ എന്നോട് ചോദിച്ചു, അങ്കിൾ എങ്ങോട്ടാ പോകുന്നേ? ഞാൻ പറഞ്ഞു, ഞങ്ങൾ ബോംബെക്കാ. അയ്യോ അങ്കിളെ, ഈ വണ്ടി ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. കാരണം സംഭവം ഇതാണ്, 1:50-ന് 3-ാം നമ്പറിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്കുള്ള നേത്രാവതി പോകുന്നുണ്ട്, 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് ബോംബെക്കുള്ള നേത്രാവതിയും പോകുന്നുണ്ട്. പക്ഷേ ഞാൻ ഇത് കേട്ടപ്പോഴത്തേക്ക് ആകെ അടിമുടി ഞാൻ വേർത്തുപോയി, ആകെ തളർന്നുപോയി. 1, ഞങ്ങൾക്ക് ടിക്കറ്റ് ഇല്ല. 2, മാറിക്കേറിയത് കൊണ്ട് ഇനി ഇത് ലോക്കൽ ട്രെയിനൊന്നും അല്ലല്ലോ, ഇനി ഞങ്ങൾക്ക് വേറെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ബോംബെക്ക് തിരിച്ചു പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ കൊണ്ടുവന്ന് വെച്ച് പുള്ളിക്കാരിയുടെ അടുത്ത് ഞാൻ തിരിച്ചു വന്നു. ഞാൻ മോനോട് പറഞ്ഞു, ഞങ്ങൾക്ക് തിരിച്ച് ആൻറ്റിയുടെ അടുത്ത് പോകാം. ഞങ്ങൾ തിരിച്ചു വന്നു. ഞാൻ വൈഫിനോട് പറഞ്ഞു, എടി നമ്മൾ റോങ് വണ്ടിയിലാണ് ഞങ്ങൾ കയറിയത്, വണ്ടി ട്രിവാൻഡ്രത്തേക്ക് പോവുക, ഇത് ബോംബെക്കല്ല പോകുന്നത്, വണ്ടി നല്ല സ്പീഡിൽ പോവുക. ഒന്നുകിൽ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കാണെങ്കിൽ ഇത് ആലപ്പുഴയിലോ അല്ലെങ്കിൽ ചേർത്തലയിൽ അല്ലെങ്കിൽ ആലപ്പുഴയിൽ ഹാൾട്ടിങ് ഉള്ളൂ. എന്നാൽ ഞാൻ ഉടനെ തന്നെ ഫോൺ ചെയ്തിട്ട് മക്കളോടും പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഞങ്ങൾ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുക, മക്കള് നിങ്ങൾ U-ടേൺ അടിച്ച് നിങ്ങൾ പോരെ, ഞങ്ങൾ ചേർത്തലയിലോ അല്ലെങ്കിൽ ആലപ്പുഴയിലോ എവിടെയാണോ സൗകര്യം പോലെ ഞങ്ങൾ ഇറങ്ങി നിൽക്കാം, ഞങ്ങൾ ചേർത്തലയിൽ തന്നെ ഇറങ്ങാൻ നോക്കാം, നിങ്ങൾ വന്ന് ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോക്കോ വീട്ടിലേക്ക്. പിള്ളേർ U-ടേൺ അടിച്ച് അവർ നേരെ ഞങ്ങളെ ഫോളോ ചെയ്യുക, ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക.
ഫാസ്റ്ററെ ഞങ്ങള് പോയി 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 7 കിലോമീറ്റർ പോയപ്പോഴത്തേക്ക് വണ്ടി ആരോ പിടിച്ചു നിർത്തിയതുപോലെ വണ്ടി അവിടെ നിന്നു. അത് കുമ്പളം എന്ന് പറയുന്ന സ്റ്റേഷനാണ്. അവിടെ മേളിൽ റൂഫൊന്നുമില്ല, പ്ലാറ്റ്ഫോം ഇല്ല, മാത്രമല്ല ഓവർ ബ്രിഡ്ജും ഇല്ല, ഒരൊറ്റ പ്ലാറ്റ്ഫോമേ ഉള്ളൂ. ആ പ്ലാറ്റ്ഫോമിന്റെ നടുക്കെയായിട്ട് ചെറിയൊരു സിഗ്നൽ ഓഫീസ് മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. അവിടെ വണ്ടി നിന്നു. അപ്പോൾ കമ്പാർട്ട്മെന്റിലുള്ളവർ എല്ലാവരും മലയാളികളാണ്, ട്രിവാൻഡ്രത്തേക്ക് പോകുന്നവരാണ്. അവരെല്ലാവരും ഞങ്ങളുടെ പ്രായമൊക്കെ കണ്ടിട്ട് അവർ പറഞ്ഞു, അയ്യോ അങ്കിളെ ഒരു കാര്യം ചെയ്യൂ, മക്കൾ ഇന്നെ ഡ്രൈവ് ചെയ്ത് ചേർത്തല വരെ വരാനായിട്ട് സമയം എടുക്കുമല്ലോ, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ ഇറങ്ങിയിട്ട് അവരോട് പറ കുമ്പളത്ത് വരാനായിട്ട്, എന്നിട്ട് ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞു. ഒരു 5-6 പേര് ഞങ്ങളെ സഹായിച്ച് അവരും കൂടെ പുറത്തിറങ്ങി. വണ്ടി അവിടെ ഹോൾട്ട് ആയി നിൽക്കുക. എല്ലാവരും ഇറക്കി ഞങ്ങൾ ഇറങ്ങി, അവർ തന്നെ സഹായിച്ച് കോ പാസഞ്ചേഴ്സ് ഈ സാധനങ്ങളെല്ലാം താഴെ വെച്ചു നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയോ, പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, മക്കൾ വരുമ്പോഴത്തേക്ക് പൊക്കോ, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ട് താമസിച്ചിട്ട് അടുത്ത ദിവസത്തെ വണ്ടിക്ക് നിങ്ങൾ ബോംബെക്ക് പോകാം എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ ഒരു 7 മിനിറ്റോളം കഴിഞ്ഞു ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട്. ഒരു 7 മിനിറ്റോളം വണ്ടി അവിടെ നിൽക്കുക. അപ്പോഴത്തേക്ക് ഒരു ആള് അവിടെ നിന്ന് വിളിച്ചു പറയുന്നു, അങ്കിൾ നിങ്ങൾക്ക് പോകാനുള്ള വണ്ടി അതാ മറ്റേ ട്രാക്കിലൂടെ വന്നുകൊണ്ടിരിക്കുക എന്ന് പറയും. അപ്പോ ആ വണ്ടി അരമണിക്കൂർ ലേറ്റാ, ബോംബെക്ക് പോകുന്ന ട്രെയിന്. ഈ കുമ്പളം സ്റ്റേഷനിൽ എങ്ങനെയാണോ വണ്ടി നിൽക്കുന്നോ അതേപോലെ ആ വണ്ടി വന്നിട്ട് ഇതിന് പാരലായിട്ട് അവിടെ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്തു. ആ വണ്ടി സ്റ്റോപ്പ് ചെയ്തു. ആൾക്കാർ എല്ലാവരും കൂടെ എന്നോട് പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങൾ ഈ സാധനങ്ങൾ ഞങ്ങൾ സഹായിക്കാം, നിങ്ങൾ രണ്ടുപേരും ഈ ട്രെയിനിൽ കയറിയിട്ട് അപ്പുറത്ത് ജമ്പ് ചെയ്തിട്ട് മറ്റേ ട്രെയിനിൽ പോകുക. കാരണം അവിടെ ഓവർ ബ്രിഡ്ജ് ഒന്നും ഇല്ല, ട്രാക്കാണ്, റെയിൽവേ ട്രാക്കാണ്. പുള്ളിക്കാരി ഇത്തിരി ലേഡീസ് ആയതുകൊണ്ട് ഇറങ്ങാനും കയറാനും ഒക്കെ ബുദ്ധിമുട്ടുമുണ്ട്. പക്ഷെ ഇവർ പറഞ്ഞത് കേട്ടുകൊണ്ട് ഞാൻ അങ്ങ് കയറി പോവുകയാണെങ്കിൽ എപ്പോഴാണ് ഏത് വണ്ടിയാണ് നേരത്തെ വിടുന്നു എന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ഞാൻ അവിടെ നിന്നപ്പോഴത്തേക്ക് ഈ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു പെൺകുട്ടി കക്ഷത്തൊരു കൊടിയും പിടിച്ച് ഇങ്ങനെ നിൽക്കുക. ഞാൻ അവിടത്തേക്ക് ഓടിയപ്പോഴത്തേക്ക് ഈ സിഗ്നൽ ഓഫീസിന്റെ അകത്ത് ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ചെന്നിട്ട് കൈ തൊഴുതിട്ട് പറഞ്ഞു, സാറേ എന്നെ ഒന്ന് സഹായിക്കണേ, ഞാൻ വെള്ളത്തിൽ നിന്ന് മുങ്ങി കരയേറി വന്നതുപോലെ എന്നെ കംപ്ലീറ്റ് വേർക്കുക, വല്ലാതെ വേർത്ത് വല്ലാത്ത ഇതിലാണ്. എന്നിട്ട് അദ്ദേഹം എന്നോട് ഞാൻ പറഞ്ഞു, എന്നെ ഒന്ന് സഹായിക്കണേ, ഞങ്ങൾ ബോംബെയിൽ പോകേണ്ടവരാണ്, പക്ഷേ മാറിക്കേറി ഞങ്ങൾ നേത്രാവതിയിൽ മാറിക്കേറി ട്രിവാൻഡ്രത്തേക്കുള്ള വണ്ടിയിൽ വന്നു, ഞങ്ങളെ ആ വണ്ടിയിലേക്ക് ഒന്ന് പറഞ്ഞയക്കും. ഇതേ ഒന്ന് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഈ ഏലിയാവ് പോയിട്ട് അഹാബിനോട് പറയുന്നുണ്ട്, നിന്റെ ദേശത്തിന് മഴ പെയ്യണമെങ്കിൽ ഞാൻ പറയണം. ഈ പറഞ്ഞ ശബ്ദം പോലെ ഞാൻ കേൾക്കുകയാണ്. ഇദ്ദേഹം എന്നോട് പറയാണ്, അങ്കിൾ എന്തിനാ ഭയപ്പെടുന്നേ, ഈ 2 വണ്ടിയും പോകണമെങ്കിൽ ഞാൻ സിഗ്നൽ കാണിക്കണം, ധൈര്യമായി നിൽക്കുക, ഇനി ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് ഈ വണ്ടി ട്രിവാൻഡ്രത്തേക്ക് പുറപ്പെടത്തുള്ളൂ. ഈ വണ്ടി പോയതിന് ശേഷം ഞാൻ നിങ്ങളെ ആ വണ്ടിയിലേക്ക് കയറ്റി അയക്കാം, ധൈര്യമായി നിൽക്കാൻ പറഞ്ഞു. ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്തു, ദൈവമേ ഇങ്ങനെയും പ്രവർത്തിക്കുന്ന ദൈവമുണ്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാൻ ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ച് ഞാൻ വൈഫിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സിഗ്നൽ മാൻ ഇങ്ങനെ പറയുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാരും എല്ലാവരും കൂടി നിൽക്കുക. അപ്പോഴത്തേക്ക് 10 മിനിറ്റായി, സിഗ്നൽ കൊടുത്തു. ഈ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഇറങ്ങിയവരെല്ലാവരും കയറി വണ്ടി വിട്ടു. ബാക്കി ശേഷിച്ച് ഞാനും വൈഫും പിന്നെ ഈ സിഗ്നൽ മാനും ആ ലേഡിയും ഉണ്ട്, വേറെ ആരുമില്ല, 4 പേരേ ഉള്ളൂ. അപ്പോൾ ഈ വണ്ടി പോയതിന് ശേഷം ഞാൻ നേരെ നോക്കിയപ്പോഴത്തേക്ക് B4 ഞങ്ങളുടെ AC കമ്പാർട്ട്മെന്റ് നേരെ ഫ്രണ്ടിലാണ്. ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ അടുത്ത്, ഇത് ഓർഡിനറി കമ്പാർട്ട്മെന്റിൽ വന്നതാ, പക്ഷെ നോക്കിയപ്പോഴത്തേക്ക് നേരെ ഫ്രണ്ടിൽ നിൽക്കുന്നത് വന്നിട്ട്, ഇങ്ങനെയും പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടോ ഞങ്ങളെ സഹായിപ്പാനായിട്ട്? എൻ്റെ അവസ്ഥ കണ്ടിട്ട് ഞാനങ്ങ് ആകപ്പാടെ മനമുരുകി വല്ലാതെ നിന്നു. എന്നിട്ട് ആ ട്രെയിനിൽ നിന്ന് എന്നെ ഈ സിഗ്നൽ മാൻ 2-3 പേരെ വിളിച്ചിട്ട് അവർ കൂടെ ഇറങ്ങി വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങളോട് പറഞ്ഞു, സമാധാനത്തോടുകൂടെ നിങ്ങൾ കയറുക, സാധനങ്ങൾ ഞങ്ങൾ തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ഈ സിഗ്നൽ മാനും മാത്രമല്ല ഈ ട്രെയിനിലുള്ള ചിലരെ കൂടെ കൂട്ടി ഞങ്ങളെ ആ വണ്ടിയിൽ കയറ്റി
ആ, കയറി ചെന്നതിന് ശേഷം ഞാൻ അല്പം വെള്ളം കുടിച്ചിട്ട് എൻ്റെ മകളോട് ഞാൻ വിളിച്ചു പറഞ്ഞു, മക്കളെ നിങ്ങൾ മടങ്ങി ടേൺ അടിച്ച് നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോ, ഞങ്ങൾ ഇപ്പോൾ ബോംബെയിലേക്കുള്ള ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്നോട് മോള് പറഞ്ഞു, എന്തോ കളിയാക്കുകയാണ്, पापा पहले बोला है तो യൂട്ടേൺ ലേക്ക് ആ ജാओ, അഭി പോലത്തെ യൂട്ടേൺ ലേക്ക് വാപ്പസ് ജാओ എന്നൊക്കെ ആയിട്ട് കുഞ്ഞു പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, മക്കളെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു, സൈഡ് കൊടുക്കുക, ഞാൻ കാര്യങ്ങളായിട്ട് പറയാമെന്ന്. ഞാൻ പറഞ്ഞു വന്ന എൻ്റെ താല്പര്യം, ഹല്ലേലൂയ, ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ ആകെ തുകയെന്ന് പറയുന്നത്, ഒന്ന്, യേശു എൻ്റെ രക്ഷകനാണ്, എനിക്ക് നിത്യമായിട്ടുള്ള ഒരു ഭവനമുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ബോധ്യം വന്ന് ഞാൻ കർത്താവിന് രക്ഷകനും കർത്താവുമായിട്ട് ഞങ്ങൾ കുടുംബമായി സാക്ഷിപ്പാനും മാത്രമല്ല എൻ്റെ കുഞ്ഞുങ്ങളെ അതേ മാർഗത്തിലേക്ക് വളർത്തുവാനും അവരുടേതായിട്ടുള്ള ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് ഇന്ന് എൻ്റെ അനുഭവമാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെപ്പാൻ ഇടയായത്. മാത്രവുമല്ല, വൈദ്യശാസ്ത്രം കൈവിട്ടപ്പോൾ ബോംബെ ആശുപത്രി വിധി എഴുതി ഞാൻ മരിച്ചു പോകുമെന്ന്, പക്ഷേ അതിനപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, ഹല്ലേലൂയ, സൗഖ്യദായകനായിട്ട് എന്നോട് കൂടെ ഉണ്ട്. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ദൈവത്തിന്റെ വിടുതൽ കാണുവാനും ഞങ്ങളുടെ ശുശ്രൂഷയിൽ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല, തലമുറകൾക്ക് വേണ്ടി കരുതുന്ന, അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് എൻ്റെ അനുഭവമാണ്. എൻ്റെ ഹൃദയസ്പന്ദനം പോലും അറിയുന്ന ഒരു ദൈവം ആ വഴിയാത്രയില്, പ്രൈസ് ദി ലോർഡ്, അത്ഭുതങ്ങളുടെ ദൈവവുമായി ഇങ്ങനെ നമ്മള് സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, 34-ാം സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ, അവൻ യഹോവ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നുവെന്ന്. അപ്രകാരം സിഗിലൻ മേനെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി അവരെ ആ വണ്ടി നിർത്തി, ഞങ്ങളെ മറ്റൊരു വണ്ടിയെ അതേപോലെ നിർത്തിയിട്ട് കയറ്റി യാത്ര ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗം ഇടയാക്കി എന്നത് ഞങ്ങളുടെ അനുഭവ സാക്ഷ്യമാണ്. ദൈവത്തിന്റെ കൃപയാല് ഇപ്പോഴും ഈ വാർദ്ധക്യത്തിലും ദൈവമായ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചിട്ടുണ്ട്. ഡോംബൊലി എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഇവിടെ ശാന്തിനഗർ വിദ്യാലയത്തിൽ രാവിലെ 10 തൊട്ട് 1 മണി വരെ ആരാധന നടക്കുന്നു. ഹിന്ദിയിലാണ് ആരാധന നടത്തുന്നത്. അതിനുശേഷം വൈകുന്നേരത്ത് അവിടെ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അപ്പുറത്തായിട്ട് ടിറ്റുവാല എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു കൂടിവരവ് വൈകുന്നേരവും നടത്തി വരുവാനായിട്ട് കർത്താവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഇത്രത്തോളം എന്നെ ശ്രദ്ധിച്ച, ക്ഷമയോട് കേട്ട എല്ലാ പ്രേക്ഷകർക്കും വന്ദനം. പ്രത്യേകാല് കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി ഞാൻ വീണ്ടും പറയുകയാണ്. കുടുംബമായി പാസ്റ്ററെയും കുടുംബത്തെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ ദാസനിലൂടെ ചെയ്യുന്ന ഈ പ്രവൃത്തി മറ്റ് ആർക്കും ലഭ്യമാകാത്ത ഒരു പുത്തൻ കൃപയും ഒരു പുത്തൻ അഭിഷേകവും തൻ്റെ ദാസന്റെ മേൽ പകർന്നിരിക്കുന്നു എന്നത് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. എൻ്റെ പ്രേക്ഷകരോട് പറയുന്നു, ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെക്കുറിച്ച് അനേകരെ കാരണം മറ്റൊരാളുടെ വാക്കുകളല്ല, സ്വന്തം അനുഭവങ്ങൾ ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം തൻ്റെ ദാസനിലൂടെ ദൈവമായ കർത്താവ് ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന ഈ പ്രവൃത്തി അധികമായി ആയിരങ്ങൾക്ക് വെളിച്ചം പകരുന്ന ഈ ശുശ്രൂഷ തുടർന്നു പോകുവാൻ തക്കവണ്ണം കർത്താവ് കരങ്ങൾ ഉപയോഗിക്കട്ടെ. എന്നെ ഇത്രത്തോളം ക്ഷമയോടെ കേട്ട എൻ്റെ പ്രേക്ഷകരോട് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമാകുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അന്ധകാരത്തിൽ ആയിരുന്ന ഏഴകൾക്ക് ഈ വെളിച്ചം കാണുവാൻ സ്വർഗത്തിലെ ദൈവമേ, അടിയനെ മാരകമായ രോഗത്താൽ അങ്ങനെ ആയെങ്കിലും എന്നെ ജീവനോടെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ സാക്ഷ്യം കേട്ട പ്രിയ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് മാത്രം ദൈവം, ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങയുടെ പുത്രനായ യേശുവിനെയും കുറിച്ചുള്ള ഹല്ലേലൂയ സന്ദേശം കേട്ട് അതിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം കർത്താവെ ഇടയാക്കണം. ഇന്ന് എൻ്റെ ഈ അനുഭവത്തെ കുറിച്ച് കേട്ട പ്രിയപ്പെട്ടവരുടെ മേല് അങ്ങയുടെ ദയയുള്ള ദൃഷ്ടി വെച്ച് അവരെയും ഈ കൃപയിലേക്ക് നടത്തുമാറാകണമേ. ഞങ്ങൾ അല്പകാല പ്രാണിയാണ് കർത്താവെ, എന്നാണ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത് നിശ്ചയമില്ല. എന്നാൽ ഹല്ലേലൂയ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത
കെടാത്ത നശിക്കാത്ത ഒരു ഭവനം ഞങ്ങൾക്കായി ഒരുക്കുന്ന ദൈവത്തിന്റെ ഹല്ലേലൂയ ആ പ്രവൃത്തികളെ കുറിച്ച് കേട്ട് അറിഞ്ഞ് ഈ കൃപയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നിന്റെ ജനത്തിനിടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അധികമായി പുത്തൻ കൃപയും പുത്തൻ അഭിഷേകവും കൊടുത്ത് സഹായിച്ച് കാത്തുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവൻ ധന്യനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോട് കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കൃഷ്ണൻകുട്ടി അവറുകൾ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ, കർത്താവിനെ കുറിച്ചുള്ളതായ, കർത്താവിനെ കണ്ടുമുട്ടാനിടയായി തീർന്ന അത്ഭുതകരമായ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു നാമധേയ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് കർത്താവായി യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടാനിടയായി തീർന്ന ആ നല്ല നാളുകൾ തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര ശ്രേഷ്ഠകരമായ അനുഭവങ്ങളായിരുന്നു എന്ന് കേൾവിക്കാരായ ഓരോ പ്രിയപ്പെട്ടവർക്കും മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. മാത്രമല്ല, അത്ഭുത രോഗസൗഖ്യം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ഇന്നും ദൈവം ശ്രേഷ്ഠകരമായ നിലയിൽ ദൈവനാമ മഹത്വത്തിനുണ്ട് അത്ഭുത സാക്ഷി വഹിക്കുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിധങ്ങൾ എത്ര വ്യത്യസ്തമായ നല്ല അനുഭവങ്ങളായിരുന്നു എന്ന് ഓരോ വാക്കിലൂടെയും മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ദൈവം ദാനം തന്ന മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ എല്ലാവരും കർത്താവിന് വേണ്ടി ഈ നല്ല സാക്ഷി വഹിപ്പാൻ കർത്താവ് ഉപയോഗിക്കുന്നു എന്ന് കേൾക്കുവാനും കഴിഞ്ഞു. തീർച്ചയായിട്ടും കർത്താവ് സൗഖ്യാരോഗ്യം ദീർഘായുസ്സും തരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകർക്ക് ഈ ജീവിതാനുഭവങ്ങൾ ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ടതിലൂടെ ദൈവനാമം മഹിമപ്പെടും, മോഹാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരങ്ങൾ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കതിൽ പങ്കെടുക്കാവുന്നതാണ്. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.